1925 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പര്യവേക്ഷകരിൽ ഒരാൾ ആമസോൺ മഴക്കാടുകളിലേക്ക് കാലെടുത്തുവെച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹം തിരിച്ചുവന്നില്ല. മൃതദേഹങ്ങൾ കണ്ടെത്തിയില്ല, ക്യാമ്പ് സൈറ്റില്ല, ഉപകരണങ്ങളില്ല, ഒന്നുമില്ല. വെറും നിശബ്ദത മാത്രം. ഒപ്പം ഏകദേശം ഒരു നൂറ്റാണ്ടായി ഗവേഷകരെ വേട്ടയാടുന്ന ഒരു ദുരൂഹതയും. ഈ മനുഷ്യൻ എന്തിനാണ് നരകത്തിന്റെ വായയിലേക്ക് സ്വയം നടന്നു കയറിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം നേരിടാൻ ശ്രമിച്ച ആ മൃഗത്തെ, ആമസോണിനെ നാം അറിയണം. ഇന്നത്തെ ആധുനിക ലോകത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. ഭൂമിയുടെ ഓരോ ഇഞ്ചും കൃത്യമായി കാണിക്കുന്ന സാറ്റലൈറ്റ് മാപ്പുകളെ മറക്കുക. നിങ്ങളെ സുരക്ഷിതരാക്കുന്ന GPS സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യകളെയും വിസ്മരിക്കുക. നമുക്ക് 1925 പോകാം. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. ന്യൂയോർക്കിൽ അമ്പരചുംബികൾ മേഘങ്ങളെ തുളച്ചു കയറുന്നു. ലണ്ടനിലെ റേഡിയോകളിൽ നിന്ന് സംഗീതമൊഴുകുന്നു. സാങ്കേതികവിദ്യ ലോകത്തെ ചുരുക്കി അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ഒരിടം മാത്രം ചുരുങ്ങാൻ വിസമ്മതിച്ചു. നാഗരികതയുടെ വെളിച്ചത്തെ നോക്കി അത് പരിഹസിച്ചു. ആ വെളിച്ചത്തെ അത് വിഴുങ്ങിക്കളഞ്ഞു. ആമസോൺ. 1925 ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നില്ല. ഭൂപടത്തിലൊരു ശൂന്യതയായിരുന്നു അത്. പര്യവേക്ഷിക്കപ്പെട്ടത് എന്നോ അല്ലെങ്കിൽ അതിലും ഭയാനകമായി നരഭോജികൾ എന്നോ മാത്രം അടയാളപ്പെടുത്തിയ ഒരിടമായിരുന്നു. അതൊരു ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളിലായിരുന്നു. വടക്കേ അമേരിക്കയോളം വലുപ്പമുള്ള, വെള്ളത്താൽ ചുറ്റപ്പെട്ട, വള്ളിച്ചെടികളാൽ ബന്ധിക്കപ്പെട്ട ഒരു തടവറ. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഇതിനെ ലോകത്തിന്റെ ശ്വാസകോശമെന്ന് വിളിക്കുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മനുഷ്യർക്ക് ഇതൊരു പച്ച നരകമായിരുന്നു. ആ നരകത്തിന് വിശക്കുന്നുണ്ടായിരുന്നു. മനുഷ്യന്റെ യുക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിപ്പത്തിലാണ് ഇവിടെ പ്രകൃതി പ്രവർത്തിക്കുന്നത്. ഇവിടത്തെ ചൂട് നിങ്ങളെ വെറുതെ ചൂടാക്കുകയല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ ത്വക്കിനുള്ളിൽ നിങ്ങളെ വേവിക്കുന്നു. അന്തരീക്ഷത്തിലെ ഈർപ്പം എത്രത്തോളം അധികമാണെന്ന് വെച്ചാൽ വിയർപ്പ് ബാഷ്പീകരിച്ചു പോകാതെ രണ്ടാമതൊരു ത്വക്കുപോലെ നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. പൂക്കുന്ന ഓർക്കിഡുകളുടെയും ചീഞ്ഞഴുകുന്ന സസ്യങ്ങളുടെയും ഗന്ധമിടകലർന്ന വായു, ജീവന്റെയും മരണത്തിന്റെയും ഗന്ധം ചേർന്ന ഒരു ലഹരി. പിന്നെ ആ നിശബ്ദത. അതൊരു യഥാർത്ഥ നിശബ്ദതയല്ല. കുരങ്ങുകളുടെ അലർച്ചകളും ചീവികളുടെ മുഴക്കങ്ങളും മരങ്ങൾ ഉടിയുന്ന ശബ്ദങ്ങളും നിറഞ്ഞ ഒരു ജൈവിക ബഹളമാണത്. എന്നാൽ ആ ബഹളത്തിനടിയിൽ ആത്മാവിനെ മരവിപ്പിക്കുന്ന ഒരു നിശബ്ദതയുണ്ട്. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ലെന്ന തിരിച്ചറിവിന്റെ നിശബ്ദത. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കുള്ളിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന ഭയാനകമായ സത്യം. ഈ പച്ച നരകത്തിലേക്കാണ് മേജർ പേഴ്സി ഹാരിസൺ ഫോസറ്റ് എന്ന 57-കാരൻ അദ്ദേഹത്തിന്റെ അവസാന യാത്ര പുറപ്പെട്ടത്. അദ്ദേഹം വെറുമൊരു സഞ്ചാരിയായിരുന്നില്ല. വിക്ടോറിയൻ കാലഘട്ടത്തിലെ അവസാനത്തെ മഹാനായ പര്യവേക്ഷകനെന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഉരുക്കിന്റെ ശരീരവും ഒട്ടും തളരാത്ത മനക്കരുത്തുമുള്ള മനുഷ്യൻ. മറ്റുള്ളവർ പനി പിടിച്ചു വീഴുന്ന കാടുകളിൽ അദ്ദേഹം കൂസനില്ലാതെ നടന്നു. പാമ്പുകൾക്കും കീടങ്ങൾക്കും അദ്ദേഹത്തെ ഭയമായിരുന്നു എന്നു തോന്നും വിധമായിരുന്നു ഫോസറ്റിന്റെ ജീവിതം. ആമസോണിന്റെ ഉൾക്കാടുകളിൽ അദ്ദേഹം മുൻപ് പലതവണ പോയിട്ടുണ്ട്. ഭൂപടത്തിലില്ലാത്ത നദികളെ അദ്ദേഹം വരച്ചു ചേർത്തു. ആദിവാസി ഗോത്രങ്ങളുമായി അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു. മറ്റുള്ളവർക്കും മരണം പതിഞ്ഞിരിക്കുന്ന ഇടങ്ങൾ ഫോസറ്റിന് സ്വന്തം വീടുപോലെയായിരുന്നു. എന്നാൽ 1925 യാത്ര വ്യത്യസ്തമായിരുന്നു. ഇത്തവണ അദ്ദേഹം പോയത് ഭൂപടം വരയ്ക്കാനല്ല. അദ്ദേഹം പോയത് ചരിത്രത്തെ മാറ്റിയെഴുതാനാണ്. അദ്ദേഹം തേടിയത് സ്വർണമായിരുന്നില്ല, എൽഡോറാഡോയുടെ കെട്ടുകഥകളായിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇതിലും വലിയൊരു സത്യത്തിലായിരുന്നു. ആമസോണിന്റെ ഹൃദയഭാഗത്ത്, ഈ കൊടും കാടുകൾക്ക് നടുവിൽ, ലോകം ഇന്നേ ദിനം കണ്ടിട്ടില്ലാത്ത ഒരു പുരാതന നാഗരികത ഒളിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം അതിന് പേരിട്ടു നഗരം സി, ദ സിറ്റി ഓഫ് സെഡ്. ഈ വിശ്വാസം അദ്ദേഹത്തിന് വെറുതെ ഉണ്ടായതല്ല. റിയോ ഡി ജനീറോയിലെ നാഷണൽ ലൈബ്രറിയിൽ വച്ച് അദ്ദേഹം കണ്ടെത്തിയൊരു പഴയ രേഖയായിരുന്നു ഇതിനെല്ലാം ആധാരം. മാനുസ്ക്രിപ്റ്റ് 512 1753-ൽ
പോർച്ചുഗീസ് ഭാഗ്യാന്വേഷികൾ എഴുതിയതെന്ന് കരുതപ്പെടുന്ന കാലഹരണപ്പെട്ട കീറിപ്പറിഞ്ഞ ഒരു രേഖ. ആ രേഖയിൽ വിവരിച്ചിരുന്നത് അത്ഭുതകരമായ കാര്യങ്ങളായിരുന്നു. കാടിനുള്ളിൽ അവർ കണ്ടെത്തിയ വെള്ളി നിറമുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വമ്പിച്ച മതിലുകൾ, അക്ഷരങ്ങൾ കൊത്തിവെച്ച ഗാവതങ്ങൾ, വിജനമായ എന്നാൽ മനോഹരമായ വലിയ കെട്ടിടങ്ങൾ, യൂറോപ്പിലെ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന വാസ്തുവിദ്യ. ശാസ്ത്രം ലോകം ഫോസറ്റിനെ പരിഹസിച്ചു. ആമസോണിലെ ഈർപ്പമുള്ള മണ്ണിൽ വലിയ നഗരങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ലെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. ആദിവാസികൾക്ക് അത്തരം സാങ്കേതികവിദ്യ ഉണ്ടാവില്ലെന്ന് അവർ വിശ്വസിച്ചു. ഫോസറ്റിന്റെ ഒരു ഭ്രാന്ത സ്വപ്നമാണെന്ന് അവർ വിധിച്ചു. എന്നാൽ ഫോസറ്റ് കേട്ടില്ല. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. കാടിന്റെ ഇരുണ്ട കോണുകളിൽ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ആ നഗരം തന്നെ വിളിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് വെറുമൊരു നഗരമായിരുന്നില്ല. മനുഷ്യചരിത്രത്തിന്റെ നഷ്ടപ്പെട്ട ഒരു അധ്യായമായിരുന്നു അത്. ഈ ദൗത്യം അതീവ രഹസ്യമായിരുന്നു. തന്റെ വഴി മറ്റാരും പിന്തുടരാതിരിക്കാൻ ഫോസറ്റ് റൂട്ട് മാപ്പുകൾ രഹസ്യമാക്കി വെച്ചു. വലിയ സംഘങ്ങളെ കൊണ്ടുപോകുന്നത് ആത്മഹത്യപരമാണെന്ന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ചിരുന്നു. കൂടുതൽ ആളുകളെന്നാൽ കൂടുതൽ ഭക്ഷണം, കൂടുതൽ രോഗങ്ങൾ, ആദിവാസികളിൽ നിന്നുള്ള കൂടുതൽ ആക്രമണ സാധ്യത. അതുകൊണ്ട് അദ്ദേഹം ആ സംഘത്തെ ചുരുക്കി. വെറും 3 പേർ. 1. കേണൽ പേഴ്സി ഫോസറ്റ്. 2. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ 21-കാരനായ ജാക്ക് ഫോസറ്റ്, തികഞ്ഞ ആരോഗ്യമുള്ള എന്നാൽ കാടിന്റെ വന്യത അറിയാത്ത യുവാവ്. 3. ജാക്കിന്റെ ഉറ്റ സുഹൃത്ത് റാലി റിമ്മൽ. അവർ കൂടെ കരുതിയത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം: തോക്കുകൾ, ടിന്നിലടച്ച ഭക്ഷണം, മാപ്പുകൾ, കോമ്പസ്, പിന്നെ കാട്ടിലെ ഗോത്രവർഗക്കാർക്ക് നൽകാനുള്ള സമ്മാനങ്ങൾ. തിരിച്ചുവരുമെന്ന ഉറപ്പില്ലാത്ത യാത്ര. യാത്ര തിരിക്കുന്നതിനു മുൻപ് ഫോസറ്റ് പത്രലേഖകരോട് പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഞങ്ങളെ അന്വേഷിച്ച് ആരും വരരുത്. കാരണം ഞങ്ങൾക്കു നേരിടേണ്ടി വരുന്ന അതേ വിധി തന്നെയായിരിക്കും രക്ഷാപ്രവർത്തകർക്കുമുണ്ടാവുക. അതൊരു മുന്നറിയിപ്പായിരുന്നില്ല, അതൊരു പ്രവചനമായിരുന്നു. അവർ ബ്രസീലിലെ മാത്തോ ഗ്രോസോ മേഖലയിലേക്ക് കടന്നു. നാഗരികത അവസാനിക്കുന്നിടം. അവിടെ നിന്നങ്ങോട്ട് നിയമങ്ങളില്ല, പോലീസില്ല, ആശുപത്രികളില്ല. അവിടെ നിയമം നടപ്പിലാക്കുന്നത് കാടാണ്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാട് അതിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങി. ചൂട് അസഹനീയമായിരുന്നു. പകൽ സമയങ്ങളിൽ സൂര്യൻ തീ പോലെ ജ്വലിച്ചു. രാത്രിയിൽ കൊടും തണുപ്പും. പ്രാണികൾ, അവ എണ്ണമില്ലാത്തത്രയുണ്ടായിരുന്നു. രക്തം കുടിക്കുന്ന ഈച്ചകൾ, തൊലിക്കടിയിൽ മുട്ടയിടുന്ന വിരകൾ. റാലി റിമ്മലിന്റെ കാലിൽ ഒരു പ്രാണികടിയേറ്റു. അത് പഴുത്ത് വ്രണമായി. ഓരോ ചുവടും അദ്ദേഹത്തിന് നരകതുല്യമായ വേദന നൽകി. എന്നിട്ടും ഫോസറ്റ് മുന്നോട്ട് തന്നെ നടന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എന്ന നഗരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകൻ ജാക്കും പിതാവിനെ അനുഗമിച്ചു. അവരുടെ ഡയറിക്കുറിപ്പുകളിൽ ആവേശവും ഭയവും ഇടകലർന്നു കിടന്നിരുന്നു. അവർ ഡെഡ് ഹോഴ്സ് ക്യാമ്പ് എന്ന സ്ഥലത്തെത്തി. ഫോസറ്റിന്റെ മുൻയാത്രയിൽ അദ്ദേഹത്തിന്റെ കുതിര ചത്തുവീള സ്ഥലം. ഇവിടെ വെച്ചാണ് അവർ അവരുടെ ഗൈഡുകളെ തിരിച്ചയച്ചത്. ഇനിയങ്ങോട്ട് അവർ 3 പേർ മാത്രം. മെയ് 29, 1925. അതാണ് അവസാനത്തെ സന്ദേശം പുറം ലോകത്തിന് ലഭിച്ച ദിവസം. ഫോസറ്റ് തന്റെ ഭാര്യയ്ക്കൊരു കത്തെഴുതി ഒരു ആദിവാസി റണ്ണറുടെ കയ്യിൽ കൊടുത്തുവിട്ടു. ആ കത്തിലെ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങി നിൽക്കുന്നു. നീ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. പരാജയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. എത്ര വലിയ ആത്മവിശ്വാസം! എന്നാൽ ആ വാക്കുകൾ എഴുതുമ്പോൾ ഫോസറ്റിന് അറിയുമായിരുന്നില്ല താൻ നടന്നു നീങ്ങുന്നത് ഒരു തിരിച്ചുവരവില്ലാത്ത യാത്രയിലേക്കാണെന്ന്. ആ കത്ത് കൊടുത്തുവിട്ട ശേഷം അവർ 3 പേരും മരങ്ങൾക്കിടയിലെ ഇരുട്ടിലേക്ക് മറഞ്ഞു. പിന്നീട് ആരും അവരെ കണ്ടിട്ടില്ല. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. ഫോസറ്റ് തിരിച്ചു വന്നില്ല. ആദ്യം ലോകം കരുതിയത് അവർ കാട്ടിലെവിടെയെങ്കിലും കുടുങ്ങിപ്പോയതാകാമെന്നാണ്. അവർ തിരിച്ചുവരുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം ഇത് ഫോസറ്റാണ്. ഇതിനു മുൻപും അദ്ദേഹം വർഷങ്ങളോളം അപ്രത്യക്ഷനായിട്ടുണ്ട്, എന്നിട്ട് അത്ഭുതകരമായി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ 1927 ആയപ്പോഴേക്കും ആ പ്രതീക്ഷ അസ്തമിച്ചു തുടങ്ങി. നിശബ്ദതയ്ക്ക് കനം തെച്ചു. കിംവദന്തികൾ പരക്കാൻ തുടങ്ങി. ചിലർ പറഞ്ഞു അവർ നരഭോജികളായ ഗോത്രങ്ങളുടെ കയ്യിൽ അകപ്പെട്ടു എന്ന്. മറ്റു ചിലർ വിശ്വസിച്ചു അവർ പട്ടിണി കിടന്ന് മരിച്ചു എന്ന്. ഇനി ചിലർ രഹസ്യമായി പറഞ്ഞു ഫോസറ്റ് ആ നഗരം കണ്ടെത്തിയെന്നും പുറത്തുലോകത്തേക്ക് ഇനിയൊരിക്കലും വരാതിരിക്കാൻ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചുവെന്നും. എന്നാൽ സത്യം ഇതിനേക്കാൾ വിചിത്രവും ഭയാനകവുമായിരുന്നു. ഫോസറ്റിന്റെ തിരോധാനം
20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വാർത്തയായി മാറി. നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ച് ആമസോണിലേക്ക് പുറപ്പെട്ടു. ഫോസറ്റ് പട്രോൾസ് എന്നറിയപ്പെട്ട ഈ രക്ഷാപ്രവർത്തനങ്ങൾ പലതും ദുരന്തത്തിലാണ് കലാശിച്ചത്. ഫോസറ്റിനെ തേടിപ്പോയവർ പലരും മരിച്ചു. ചിലർ അപ്രത്യക്ഷരായി, ചിലർ ഭ്രാന്തന്മാരായി തിരിച്ചുവന്നു. ഈ തിരച്ചിലുകൾക്കിടയിൽ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, അത് കേവലമൊരു തിരോധാനത്തിൻ്റെ കഥയല്ല നമ്മളോട് പറയുന്നത്. അത് കാട്ടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മൾ വിശ്വസിക്കാൻ മടിക്കുന്ന ചില സത്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ആ യാത്രയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഫോസറ്റ് കടന്നുപോയ അതേ വഴികളിലൂടെ. പക്ഷെ സൂക്ഷിക്കുക, ഈ വഴിയിൽ പതിഞ്ഞിരിക്കുന്നത് വന്യമൃഗങ്ങൾ മാത്രമല്ല. ഫോസറ്റും സംഘവും കാട്ടിനുള്ളിലേക്ക് കയറിയ ആദ്യത്തെ ആഴ്ചകൾ. പുറം ലോകത്തിന് ലഭിച്ച പരിമിതമായ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ ആ യാത്ര തുടക്കത്തിൽ ശാന്തമായിരുന്നു. എന്നാൽ കാട് അവരെ നിരീക്ഷിക്കുകയായിരുന്നു. അവർ കടന്നുപോയത് സൂയ, കലാപാലോ തുടങ്ങിയ ഗോത്രങ്ങളുടെ അതിർത്തികളിലൂടെയാണ്. ഇതിൽ ചില ഗോത്രങ്ങൾ സമാധാനപ്രിയരായിരുന്നു. എന്നാൽ മറ്റു ചിലർ പുറത്തുനിന്നുള്ളവരെ ശത്രുക്കളായി മാത്രം കണ്ടിരുന്നവരാണ്. ഫോസറ്റിൻ്റെ ഡയറിയിൽ അദ്ദേഹം കുറിച്ചിരുന്നു, രാത്രിയിൽ കാട്ടിന് കണ്ണുകളുണ്ട്, ഞങ്ങളെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വെറുമൊരു തോന്നലായിരുന്നില്ല. അവർ കാടിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷം മാറി. പക്ഷികളുടെ ശബ്ദം കുറഞ്ഞു, മരങ്ങളുടെ വലിപ്പം കൂടി, സൂര്യപ്രകാശം തറയിൽ വീഴാത്ത ഇടങ്ങൾ. ഇവിടെ സമയത്തിന് അർത്ഥമില്ല. പകൽ പെട്ടെന്ന് രാത്രിയാകും, രാത്രികൾ അനന്തമായി നീണ്ടുനിൽക്കും. റാലി റിമ്മലിൻ്റെ കാലിലെ മുറിവ് കൂടുതൽ വഷളായി. ജാക്ക് തൻ്റെ പിതാവിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തളരാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോസറ്റോ, അദ്ദേഹം ഒരു യന്ത്രത്തെപ്പോലെയായിരുന്നു. ക്ഷീണമില്ലാത്ത, വിശപ്പില്ലാത്ത, ലക്ഷ്യത്തിലേക്ക് മാത്രം ഉറ്റുനോക്കുന്ന ഒരു യന്ത്രം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ മാനുസ്ക്രിപ്റ്റ് 512 വരികൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. വെള്ളി മതിലുകൾ, വലിയ തോരണങ്ങൾ. ആ കാഴ്ച കാണാൻ അദ്ദേഹം എന്തിനും തയ്യാറായിരുന്നു, സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കാൻ. എന്നാൽ കാട് അവർക്കായി കഴുതിവെച്ചത് വെള്ളി മതിലുകളായിരുന്നില്ല. ആമസോണിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇൻഡിയോസ് ബ്രാവോസ് അഥവാ വന്യരായ ഇന്ത്യക്കാർ എന്ന് വിളിക്കപ്പെടുന്ന ഗോത്രങ്ങളുണ്ടായിരുന്നു. ഇവരുമായി സമ്പർക്കം പുലർത്തുന്നത് മരണത്തിന് തുല്യമാണ്. അവരുടെ ആയുധങ്ങളിൽ പുരട്ടിയിരിക്കുന്ന വിഷം ഒരു മനുഷ്യനെ നിമിഷങ്ങൾക്കുള്ളിൽ തളർത്താൻ പോന്നതാണ്. ഫോസറ്റ് ഇതിനു മുൻപും ഇത്തരം ഗോത്രങ്ങളെ നേരിട്ടിട്ടുണ്ട്. തോക്കുകൾ ഉപയോഗിക്കാതെ സംഗീതോപകരണങ്ങൾ വായിച്ചും കൈകൾ ഉയർത്തിപ്പിടിച്ചും അദ്ദേഹം അവരെ ശാന്തരാക്കിയിട്ടുണ്ട്. തൻ്റെ മാന്ത്രിക വ്യക്തിത്വം കൊണ്ട് അദ്ദേഹം അവരെ ആകർഷിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിദ്യ ഫലിച്ചില്ലേ? അതോ പ്രകൃതി തന്നെ അവർക്കെതിരെ തിരിഞ്ഞു? ഇവിടെയാണ് കഥ കൂടുതൽ ദുരൂഹമാകുന്നത്. ഫോസറ്റ് അപ്രത്യക്ഷനായി വർഷങ്ങൾക്ക് ശേഷം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ ആമസോണിൽ ചിലത് കണ്ടെത്തി. മണ്ണിൽ തീർത്ത വലിയ ജാമിതീയ രൂപങ്ങൾ, ചതുരങ്ങൾ, വൃത്തങ്ങൾ. ഇവ പ്രകൃതിദത്തമല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ വലിയ ജനവാസമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ. അതായത് ഫോസറ്റ് ഭ്രാന്തനായിരുന്നില്ല. അദ്ദേഹം തേടിയ സെഡ് ഒരുപക്ഷെ സത്യമായിരുന്നിരിക്കാം. അദ്ദേഹം ശരിയായ വഴിയിലായിരുന്നിരിക്കാം. ആ സത്യത്തിൻ്റെ തൊട്ടടുത്തു വെച്ചാണോ അദ്ദേഹം അപ്രത്യക്ഷനായത്? കാടിൻ്റെ നിയമം ലളിതമാണ്: കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. എന്നാൽ ഫോസറ്റിൻ്റെ കാര്യത്തിൽ കാട് ചെയ്തത് മറ്റൊന്നാണ്. അത് അദ്ദേഹത്തെ മായ്ച്ചു കളഞ്ഞു. അവസാനത്തെ ക്യാമ്പിൽ നിന്നും അവർ മുന്നോട്ടു പോയപ്പോൾ അവർ കടന്നു ചെന്നത് നിഷിദ്ധമായൊരു മേഖലയിലേക്കാണ്. ആദിവാസികൾ പോലും ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ഒരു പ്രദേശം. മരണത്തിൻ്റെ പച്ച താഴ്വാരങ്ങൾ. അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ നാം ആദിവാസികളുടെ കഥകളിലേക്ക് ചെവി കൊടുക്കണം. എഴുതപ്പെട്ട ചരിത്രത്തേക്കാൾ സത്യസന്ധമായ, വായുവിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട കഥകൾ. കലാബലോ ഗോത്രത്തിലെ മൂപ്പന്മാർ പറയുന്നൊരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഉയരമുള്ള, നീലക്കണ്ണുകളുള്ള ഒരു വെള്ളക്കാരനും 2 യുവാക്കളും തങ്ങളുടെ ഗ്രാമത്തിൽ വന്ന കഥ. അവർക്ക് ഭക്ഷണം നൽകി. മുന്നോട്ടു പോകരുത് എന്ന് അവരോട് അപേക്ഷിച്ചു. കാരണം മുന്നിൽ ക്രൂരരായ തേനീച്ചകളെപ്പോലെ മനുഷ്യർ വസിക്കുന്ന ഇടമാണ്. പക്ഷേ ആ വെള്ളക്കാരൻ ഫോസറ്റ് അത് കേട്ടില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ടു. മുന്നോട്ട് തന്നെ പോകാൻ നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഗ്രാമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയരുന്ന പുകയ്ക്ക് പിന്നിലേക്ക് അവർ നടന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ കിഴക്ക് നിന്ന് വെടിയൊച്ചകൾ കേട്ടില്ല, പുക കണ്ടില്ല. 5 ദിവസത്തിനു ശേഷം കലാബലോ ഗോത്രക്കാർ ആ വഴിയിൽ പോയി നോക്കി. അവർ കണ്ടത് കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്നതാണ്.
എന്നാൽ അത് ഫോസറ്റ് ആയിരുന്നോ അതോ മറ്റാരെങ്കിലുമായിരുന്നോ? കാരണം പിന്നീട് കണ്ടെത്തിയ തെളിവുകൾ ആ കഥയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. 1927 നോർത്ത് അമേരിക്കൻ ന്യൂസ് പേപ്പർ അലയൻസ് അയച്ച ജോർജ് ഡയോട്ട് എന്ന പര്യവേക്ഷകൻ കാട്ടിൽ വെച്ചൊരു കാര്യം കണ്ടെടുത്തു. ഒരു ലോഹപ്പെട്ടി. അത് ഫോസറ്റിൻ്റേതായിരുന്നു. പക്ഷെ അത് കണ്ടെത്തിയത് ആദിവാസികളുടെ കൈവശമായിരുന്നില്ല. അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അതിനർത്ഥം അവർ അവിടെ വെച്ച് പിടിക്കപ്പെട്ടില്ല എന്നാണോ? അവർ ആ പെട്ടി ഉപേക്ഷിച്ച് കൂടുതൽ വേഗത്തിൽ ഓടിപ്പോയോ? എന്തിൽ നിന്ന്? ഇവിടെ ഒരു കാര്യം നാം ഓർക്കണം. ഫോസറ്റ് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം തിയോസഫി എന്ന ആത്മീയ ശാഖയിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. തൻ്റെ മകൻ ജാക്കിനെ അദ്ദേഹം കരുതിയിരുന്നത് ഒരു പ്രത്യേക ജന്മമായാണ്, ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാൻ ജനിച്ചവൻ. അദ്ദേഹത്തിൻ്റെ യാത്ര കേവലം ഒരു പര്യവേക്ഷണമായിരുന്നില്ല, അതൊരു തീർത്ഥാടനമായിരുന്നു. ആ നഗരം കണ്ടെത്തി അവിടെയുള്ള ഉയർന്ന ആത്മാക്കളുമായി ചേരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൂഢലക്ഷ്യമെന്നും ചിലർ വാദിക്കുന്നു. ഇത് വെറും ഭാവനയാണോ? അതോ കാടിൻ്റെ ഏകാന്തതയിൽ മനുഷ്യൻ്റെ മനസ്സ് വന്യമായ ചിന്തകൾക്ക് വഴിമാറിയതോ? ആമസോണിലെ രാത്രികൾക്ക് ഭയത്തിൻ്റെ മുഖമാണ്. അവിടെ ഓരോ നിഴലും ഓരോ ശത്രുവാണ്. ഫോസറ്റിൻ്റെ അവസാന രാത്രികൾ എങ്ങനെയായിരുന്നിരിക്കും? റാലി റിമ്മൽ പനിച്ചു വിറയ്ക്കുന്നുണ്ടാകും. ജാക്ക് തൻ്റെ പിതാവിനെ നോക്കി നിസ്സഹായനായിരിക്കുന്നുണ്ടാകും. ഫോസറ്റ്, അദ്ദേഹം ഒരുപക്ഷേ ആ ഇരുട്ടിലും തൻ്റെ കോമ്പസിലേക്ക് നോക്കി സെഡ് എവിടെയാണ് എന്ന് കണക്കുകൂട്ടുകയാവാം. അദ്ദേഹത്തിന് വഴി തെറ്റിയതാണോ? അതോ അദ്ദേഹം കണ്ടെത്തിയ സത്യം പുറം ലോകം അറിയാൻ പാടില്ല എന്ന് തീരുമാനിച്ച ആരെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞതാണോ? തൻ്റെ അവസാന കത്തിൽ അദ്ദേഹം എഴുതിയൊരു വരിയുണ്ട്: ഈ യാത്രയുടെ ഫലം എന്തുതന്നെയായാലും അത് മനുഷ്യരാശിയുടെ അറിവിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായിരിക്കും. പക്ഷേ ആ ചുവടുവെപ്പ് അവസാനിച്ചത് ഒരു കൊടും ചതിക്കുഴിയിലാണ്. നിശബ്ദത. അതാണ് ആമസോണിൻ്റെ ഏറ്റവും വലിയ ആയുധം. മരങ്ങൾക്കിടയിലുള്ള ഇരുട്ടുപോലെ, ആഴമേറിയ നദികളിലെ കലങ്ങിയ വെള്ളം പോലെ ആ നിശബ്ദത മനുഷ്യൻ്റെ മനസ്സിനെ കാർന്നു തിന്നുന്നു. 1925 ആ മെയ് മാസത്തിന് ശേഷം ഫോസറ്റിൽ നിന്നും സംഘത്തിൽ നിന്നും പുറംലോകത്തേക്ക് വന്നത് ഈ നിശബ്ദത മാത്രമാണ്. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറി. ലണ്ടനിലെ തൻ്റെ വീട്ടിലിരുന്ന് നിന ഫോസറ്റ് തൻ്റെ ഭർത്താവിൻ്റെ കത്തുകൾക്കായി കാത്തിരുന്നു. പോസ്റ്റ്മാൻ്റെ ഓരോ കാലൊച്ചയും അവരിൽ പ്രതീക്ഷയുണർത്തി. എന്നാൽ ആമസോണിൽ നിന്നുള്ള കത്തുകൾ നിലച്ചിരുന്നു. ലോകം മെല്ലെ പ്രതീക്ഷ കൈവിട്ടു തുടങ്ങി. പത്രങ്ങൾ ഫോസറ്റിൻ്റെ ചരമവാർത്തകൾ എഴുതാൻ തയ്യാറെടുത്തു. യുക്തിവാദികൾ പറഞ്ഞു അവർ മരിച്ചു കഴിഞ്ഞുവെന്ന്, കാട് അവരെ ജയിച്ചു കഴിഞ്ഞുവെന്ന്. എന്നാൽ നിന ഫോസറ്റ് മാത്രം അത് വിശ്വസിച്ചില്ല. അവർക്ക് ഫോസറ്റിൻ്റെ ആത്മാവുമായി ഒരു അദൃശ്യ ബന്ധമുണ്ടായിരുന്നു എന്നവർ വിശ്വസിച്ചു. അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അവർ ആ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. പുറം ലോകം അവരെ ശല്യം ചെയ്യാതിരിക്കാൻ അവർ മറഞ്ഞിരിക്കുകയാണ്. ആ വിശ്വാസം വെറുമൊരു ഭാര്യയുടെ പ്രതീക്ഷ മാത്രമായിരുന്നില്ല, അതൊരു പ്രസ്ഥാനമായി മാറി. ഫോസറ്റിൻ്റെ തിരോധാനം അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷത്തേക്കാൾ വലിയൊരു നിഗൂഢത്തിലായി വളർന്നു. അതോടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ തിരച്ചിലുകളുടെ കാലഘട്ടം ആരംഭിച്ചു. ഒരു മനുഷ്യനെ തേടി നൂറുകണക്കിന് മനുഷ്യർ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് ആമസോൺ കണ്ടത്. ഫോസറ്റ് പട്രോൾസ് എന്നറിയപ്പെട്ട ഈ രക്ഷാപ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നില്ല, അവ നരബലികളായിരുന്നു. 1928 ഫോസറ്റ് അപ്രത്യക്ഷനായി 3 വർഷങ്ങൾക്ക് ശേഷം ജോർജ് ഡയോട്ട് എന്ന ധീരനായ പര്യവേക്ഷകൻ ആമസോണിലേക്ക് പുറപ്പെട്ടു. ഫോസറ്റ് പോയ അതേ വഴികളിലൂടെ, അതേ നദികൾ താണ്ടി, അതേ ഗോത്രങ്ങളെ നേരിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഡയോട്ടിൻ്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു: ഫോസറ്റിന് ജീവനോടെ കണ്ടെത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുക. ഡയോട്ടിൻ്റെ സംഘം കാടിനുള്ളിൽ അനുഭവിച്ചത് ഫോസറ്റ് അനുഭവിച്ചതിനേക്കാൾ ഭീകരമായിരുന്നു. കാരണം അവർ പോയത് ഒരു പ്രേതത്തെ തേടിയാണ്. ഓരോ ഗോത്രഗ്രാമത്തിലും അവർ ഫോസറ്റിൻ്റെ ചിത്രം കാണിച്ചു. ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ എന്ന് ആംഗ്യഭാഷയിൽ ചോദിച്ചു. ഉത്തരങ്ങൾ പലതായിരുന്നു. ചിലർ ഭയത്തോടെ കണ്ണുകൾ താഴ്ത്തി, ചിലർ ദൂരേക്ക് കൈ ചൂണ്ടി. ഒടുവിൽ ഒരു ഗോത്രത്തലവൻ ഡയോട്ടിൻ്റെ സംഘത്തിന് മുൻപിൽ ഒരു വസ്തു കൊണ്ടുവന്നു വെച്ചു. അത് കണ്ട ഡയോട്ടിൻ്റെ രക്തം മരവിച്ചുപോയി. അതൊരു ചെറിയ ലോഹപ്പെട്ടിയായിരുന്നു, വായു കടക്കാത്ത ഭദ്രമായി അടച്ച ഒരു പെട്ടി. അത് ഫോസറ്റിൻ്റേതായിരുന്നു. അതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ചില പഴയ രേഖകളും വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ആ പെട്ടി കേടുപാടുകൾ കൂടാതെയാണ് കണ്ടെത്തിയത്. ഇതൊരു തെളിവായിരുന്നില്ല, ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു.
ഒരു പര്യവേക്ഷകൻ തൻ്റെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ അടങ്ങിയ പെട്ടി എന്തിന് കാട്ടിലുപേക്ഷിക്കണം? ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണോ? അതോ തങ്ങൾ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഭാവിയിൽ ആരെങ്കിലും കണ്ടെത്താൻ വേണ്ടി ഉപേക്ഷിച്ചതാണോ? അല്ലെങ്കിൽ അത് ആദിവാസികൾക്ക് സമ്മാനമായി നൽകിയതാണോ? ഡയോട്ടിൻ്റെ അന്വേഷണം അവിടെ അവസാനിച്ചില്ല. അദ്ദേഹം ആദിവാസികളോട് കൂടുതൽ ചോദിച്ചു. ഒടുവിൽ ഭയപ്പെടുത്തുന്ന ഒരു സത്യം ചുരുളഴിഞ്ഞു തുടങ്ങി. ആദിവാസികൾ ഡയോട്ടിനോട് പറഞ്ഞു, 3 വെള്ളക്കാർ ആ വഴി കടന്നുപോയിരുന്നു. അവരിൽ പ്രായമായ മനുഷ്യൻ വളരെ ക്ഷീണിതനായിരുന്നു. ചെറുപ്പക്കാർ മുടന്തിയാണ് നടന്നിരുന്നത്. അവർ കാടിൻ്റെ നിയമങ്ങൾ ലംഘിച്ചു. അവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, എന്നാൽ അവർ കേട്ടില്ല. അവർ പുകയുടെ നാട്ടിലേക്ക് പോയി, ഗോത്രത്തലവൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കണ്ടത് നദിയിലൊഴുകി നടക്കുന്ന ശവശരീരങ്ങൾ മാത്രമാണ്. ഈ മൊഴി വിശ്വസനീയമായിരുന്നു. ഡയോട്ട് നിഗമനത്തിലെത്തി. ഫോസറ്റും മകനും കൊല്ലപ്പെട്ടു. അവർ അനാവശ്യമായ ധൈര്യം കാണിച്ചു, അതിൻ്റെ വിലയായി ജീവൻ നൽകി. ഡയോട്ട് ഈ വാർത്തയുമായി പുറം ലോകത്തേക്ക് മടങ്ങി. എന്നാൽ മനുഷ്യ മനസ്സ് വിചിത്രമാണ്. ഡയോട്ടിൻ്റെ കണ്ടെത്തലുകൾ ജനങ്ങൾ സ്വീകരിച്ചില്ല. ഫോസറ്റ് മരിച്ചുവെന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. ആ ലോഹപ്പെട്ടി ഉപേക്ഷിച്ചത് ഒരു തന്ത്രമാണെന്ന് അവർ വാദിച്ചു. ഫോസറ്റ് തൻ്റെ മരണം അഭിനയിച്ചതാണെന്ന് അവർ വിശ്വസിച്ചു. അദ്ദേഹം സീ എന്ന നഗരം കണ്ടെത്തി അവിടുത്തെ രാജാവായി വാഴുകയാണെന്ന് കഥകൾ പരന്നു. ഈ കഥകൾക്ക് ആക്കം കൂട്ടാൻ 1932 ഒരു സംഭവം നടന്നു. സ്റ്റെഫാൻ റാറ്റിൻ എന്ന സ്വിസ് വേട്ടക്കാരൻ ആമസോണിൽ നിന്നും തിരിച്ചുവന്നത് ഞെട്ടിക്കുന്ന ഒരു അവകാശവാദവുമായിട്ടാണ്. താൻ കാടിൻ്റെ ഉള്ളിൽ ഒരു ഗോത്രഗ്രാമത്തിൽ തടവിൽ കഴിയുന്ന ഒരു വെളുത്ത മനുഷ്യനെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. റാറ്റിൻ വിവരിച്ചത് ഇങ്ങനെയാണ്. ആ മനുഷ്യന് നീളമുള്ള മുടിയും താടിയും ഉണ്ടായിരുന്നു. അയാൾ മൃഗത്തോലുകൾ കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. എന്നെ കണ്ടപ്പോൾ അയാൾ കരഞ്ഞു. അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. റാറ്റിൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ ഒരു ഇംഗ്ലീഷ് മേജറാണെന്ന് വെളിപ്പെടുത്തി. അയാളുടെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നു. നിന ഫോസറ്റ് തൻ്റെ ഭർത്താവിന് നൽകിയ മോതിരത്തിൻ്റെ അതേ വിവരണം. റാറ്റിൻ്റെ വാക്കുകൾ കാട്ടുതീ പോലെ പടർന്നു. പത്രങ്ങൾ അത് ആഘോഷിച്ചു. നിന ഫോസറ്റ് വീണ്ടും പ്രതീക്ഷയുടെ കൊടുമുടിയിലായി. തൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം നരകയാതന അനുഭവിക്കുകയാണ്. അദ്ദേഹത്തെ രക്ഷിക്കണം. എന്നാൽ റാറ്റിൻ പറഞ്ഞത് സത്യമായിരുന്നോ? അതോ പ്രശസ്തിക്ക് വേണ്ടി അയാൾ കെട്ടിച്ചമച്ച കഥയായിരുന്നോ? റാറ്റിൻ പിന്നീട് ആ മനുഷ്യനെ രക്ഷിക്കാൻ തിരിച്ചു കാട്ടിലേക്ക് പോയി. പക്ഷെ ചരിത്രം ആവർത്തിച്ചു. റാറ്റിനും പിന്നെ തിരിച്ചു വന്നില്ല. ആമസോൺ അവനെയും വിഴുങ്ങി. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആമസോൺ വെറുമൊരു വനമല്ല, അതൊരു മാനസികാവസ്ഥ കൂടിയാണ്. അവിടെ ചെല്ലുന്ന മനുഷ്യരുടെ സമനില തെറ്റുന്നു. ഫോസറ്റ് മാനിയ എന്നൊരു രോഗം തന്നെ അക്കാലത്ത് രൂപപ്പെട്ടു. ഫോസറ്റിനെ കണ്ടെത്തുക എന്നതൊരു ലഹരിയായി മാറി. ബാങ്ക് ഉദ്യോഗസ്ഥരും അധ്യാപകരും സിനിമാ നടന്മാരും പോലും ആമസോണിലേക്ക് വണ്ടി കയറി. 1930കളിൽ മാത്രം ഫോസറ്റിനെ അന്വേഷിച്ചു പോയ 100ഓളം പേർ മരിച്ചു എന്നാണ് കണക്ക്. ആൽബർട്ട് ഡി വിൻഡൻ എന്ന നടൻ അവരിലൊരാളായിരുന്നു. അദ്ദേഹം തൻ്റെ സുഖലോലുപമായ ജീവിതം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. ഫോസറ്റിനെ കണ്ടെത്തി ആ കഥ സിനിമയാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ വിൻഡൻ കണ്ടെത്തിയത് ക്യാമറ കണ്ണുകൾ കോപ്പിയെടുക്കാൻ കഴിയാത്ത ഇരുട്ടാണ്. അദ്ദേഹത്തിൻ്റെ തൊപ്പിയും വസ്ത്രങ്ങളും മാസങ്ങൾക്ക് ശേഷം നദിക്കരയിൽ കണ്ടെത്തി. ഉടലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ ആത്മഹത്യാപരമായ ദൗത്യത്തിന് മുതിർന്നത്? ഉത്തരം ലളിതമാണ്. ഫോസറ്റ് അവർക്കൊരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം ഒരു പ്രതീകമായിരുന്നു. അജ്ഞാതമായതിനെ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയുടെ പ്രതീകം. അദ്ദേഹം പരാജയപ്പെട്ടാൽ മനുഷ്യരാശി പരാജയപ്പെട്ടു എന്ന് അവർ കരുതി. വർഷങ്ങൾ 1940കളിലേക്ക് കടന്നു. രണ്ടാം മഹായുദ്ധം ലോകത്തെ പിടിച്ചുലച്ചു. പക്ഷേ ആമസോണിലെ നിഗൂഢതയ്ക്ക് മങ്ങലേറ്റില്ല. 1951 ബ്രസീലിയൻ ആക്ടിവിസ്റ്റായ ഒർലാൻഡോ വില്ലാസ് ബോസ് ഒരു നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. കലാബലോ ഗോത്രക്കാരുമായി അദ്ദേഹം വർഷങ്ങളായ അടുപ്പത്തിലായിരുന്നു. അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു രാത്രി ഗോത്രത്തിലെ മൂപ്പൻ ഒർലാൻഡിയോട് ആ പഴയ രഹസ്യം വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുൻപ് വന്ന 3 വെള്ളക്കാരെ തങ്ങൾ കൊന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു. ആ കഥ കേൾക്കുന്ന ഏതൊരാളുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു അത്. മൂപ്പൻ വിവരിച്ചതനുസരിച്ച് ഫോസറ്റും സംഘവും അവരുടെ ഗ്രാമത്തിലെത്തി. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഗോത്രക്കാർ അവർക്ക് താറാവിനെയും മീനിനെയും നൽകി. എന്നാൽ പിറ്റേന്ന് രാവിലെ യാത്ര തുടരുന്നതിന് മുൻപ് ഒരു തർക്കമുണ്ടായി. ഫോസറ്റ് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വെപ്രാളത്തിൽ ഗോത്രക്കാർ നൽകിയ സമ്മാനങ്ങളെ നിരസിച്ചു. അല്ലെങ്കിൽ തിരിച്ച് സമ്മാനങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ആദിവാസി സംസ്കാരത്തിൽ സമ്മാനം നൽകാതെ മടങ്ങുന്നത് വലിയ അപമാനമാണ്. അതിലുപരി ഫോസറ്റിൻ്റെ പെരുമാറ്റം പരുക്കനായിരുന്നു. ഒരു വയസ്സായ ഗോത്രവർഗത്തിൻ്റെ മുഖത്ത് അദ്ദേഹം അടിച്ചുവെന്നും പറയപ്പെടുന്നു. അതായിരുന്നു അവരുടെ വിധി കുറിച്ചത്. മൂപ്പൻ പറഞ്ഞു, അവർ നദിക്കരയിലേക്ക് നടന്നുപോയി. അവർക്ക് ചുറ്റും കാട് നിശബ്ദമായിരുന്നു.
പക്ഷെ മരങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുടെ പോരാളികൾ കാത്തിരിപ്പുണ്ടായിരുന്നു. നദിക്കരയിൽ വെച്ച് ആരും കാണാതെ ഞങ്ങളവരെ വളഞ്ഞു. ആ പ്രായമായ മനുഷ്യൻ ചെറുത്തുനിന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിധി സ്വീകരിച്ചു. തുടർന്ന് ഫോസറ്റിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം അവർ ഒർലാൻഡോയ്ക്ക് കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് അവരൊരു അസ്ഥികൂടം കണ്ടെത്തി. തലയില്ലാത്ത വലിയൊരു അസ്ഥികൂടം. ലോകം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു. ഫോസറ്റിനെ കണ്ടെത്തി. ആമസോണിലെ ഏറ്റവും വലിയ ദുരൂഹതയ്ക്ക് ഉത്തരം ലഭിച്ചു. ആ അസ്ഥികൂടം ലണ്ടനിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. നിന ഫോസറ്റിന്റെ മകൻ, അതായത് ജാക്കിന്റെ സഹോദരൻ, അതിനെ തിരിച്ചറിഞ്ഞു. പല്ലുകളുടെ ഘടനയും ഉയരവും ഫോസറ്റിൻ്റേത് തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. വിധിയുടെ മറ്റൊരു ക്രൂരമായ തമാശ കൂടി ബാക്കിയുണ്ടായിരുന്നു. വിദഗ്ധമായ ശാസ്ത്രീയ പരിശോധനയിൽ ആ അസ്ഥികൂടം ഫോസറ്റിൻ്റേതല്ലെന്ന് തെളിഞ്ഞു. അതൊരു വെള്ളക്കാരൻ്റേതുപോലുമായിരുന്നില്ല. അതൊരു ആദിവാസിയുടെ അസ്ഥികൂടമായിരുന്നു. എങ്കിൽ കലാബലോ ഗോത്രക്കാർ നുണ പറഞ്ഞതാണോ? അതോ ഒർലാൻഡോയെ തൃപ്തിപ്പെടുത്താൻ അവർ ഏതെങ്കിലും പഴയ അസ്ഥികൂടം കുഴിച്ചെടുത്ത് നൽകിയതാണോ? അതോ യഥാർത്ഥത്തിൽ ഫോസറ്റിനെ കൊന്നത് അവരല്ല, പക്ഷെ വെള്ളക്കാരുടെ തുടർച്ചയായുള്ള ശല്യം ഒഴിവാക്കാൻ അവർ കുറ്റമേറ്റെടുത്തതാണോ? സത്യം വീണ്ടും ഇരുളിലേക്ക് വഴുതിപ്പോയി. ഫോസറ്റ് എവിടെ? ആ ചോദ്യം വീണ്ടും മുഴങ്ങി. ഇവിടെ നമ്മൾ മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കണം. ഗോത്രവർഗക്കാരുടെ കഥകളിൽ വെളുത്ത ദൈവങ്ങൾ എന്ന സങ്കല്പം പണ്ടേ ഉണ്ട്. ആകാശത്തു നിന്ന് വന്നവർ, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് വന്നവർ. ഫോസറ്റിനെ അവർ അത്തരമൊരു ദൈവമായി കണ്ടിട്ടുണ്ടാകുമോ? അദ്ദേഹത്തെ കൊല്ലുന്നതിനു പകരം അവർ അദ്ദേഹത്തെ തങ്ങളുടെ വിശുദ്ധമായ രഹസ്യകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുമോ? ഫോസറ്റ് വിശ്വസിച്ചിരുന്ന സി എന്ന നഗരം കല്ലും മണ്ണും കൊണ്ടുള്ള നഗരമായിരുന്നെങ്കിലോ? അതൊരു ആത്മീയ തലമായിരുന്നെങ്കിലോ? ആമസോണിലെ ചില ഗോത്രവർഗക്കാർ ഉപയോഗിക്കുന്ന അയാവാസ്ക പോലുള്ള ലഹരിമരുന്നുകൾ മനുഷ്യനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയപ്പെടുന്നു. ഫോസറ്റ് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് ആ നഗരത്തിൽ എത്തിച്ചേർന്നതാണോ? ഇതൊക്കെ ഭ്രാന്തമായ ചിന്തകളായി തോന്നാം. പക്ഷേ ആമസോണിൽ യുക്തിക്ക് സ്ഥാനമില്ല. അവിടെ അസാധ്യമായത് നിത്യസംഭവമാണ്. ഫോസറ്റിന്റെ തിരോധാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: ഭൂമിയിൽ ഇനിയും മനുഷ്യന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. നമ്മൾ എത്രയൊക്കെ സാങ്കേതികവിദ്യ വികസിപ്പിച്ചാലും പ്രകൃതിക്ക് മുന്നിൽ നമ്മൾ വെറും നിസാരരാണ്. പിന്നീട് വന്ന വർഷങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആമസോണിനെ കൂടുതൽ പഠിച്ചപ്പോൾ ഫോസറ്റ് പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന പലതും കണ്ടെത്തി. കുയിക്കുറു എന്ന പ്രദേശത്ത് വലിയ കിടങ്ങുകളും മണ്ണിൽ തീർത്ത മതിലുകളും കണ്ടെത്തി. ആയിരക്കണക്കിന് ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന വലിയ ഗ്രാമങ്ങളുടെ അവശിഷ്ടങ്ങൾ. അതായത് ഫോസറ്റ് തേടിയ സെഡ് ഒരു മിഥ്യയായിരുന്നില്ല, അത് സത്യമായിരുന്നു. അദ്ദേഹം നടന്നത് ശരിയായ ദിശയിലായിരുന്നു. ഒരുപക്ഷേ അദ്ദേഹം ആ നഗരത്തിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തിയിട്ടുണ്ടാകാം. ആ കണ്ടെത്തലിൻ്റെ ആവേശത്തിലാകാം അദ്ദേഹം മുൻകരുതലുകൾ മറന്നത്. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. 1925 ആ അവസാന നിമിഷങ്ങൾ. ചുറ്റുമിരുട്ട്, മരങ്ങൾക്ക് പിന്നിൽ ചലിക്കുന്ന നിഴലുകൾ, റാലി റിമ്മലിൻ്റെ ഞരക്കം, ജാക്കിൻ്റെ ഭയം നിറഞ്ഞ നോട്ടം. ഫോസറ്റ് മാത്രം ശാന്തനായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കോമ്പസ്, മനസ്സിലാ ഭൂപടം. അദ്ദേഹം എന്ത് കണ്ടിട്ടുണ്ടാകും? മരങ്ങൾക്കിടയിലൂടെ വെള്ളി നിറമുള്ള ഒരു തിളക്കം കണ്ടിട്ടുണ്ടാകുമോ? അതോ തൻ്റെ യാത്ര അവസാനിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവായിരുന്നോ അദ്ദേഹത്തിന്? ഗോത്രവർഗക്കാർക്കിടയിൽ മറ്റൊരു കഥ കൂടി പ്രചാരത്തിലുണ്ട്. ആമസോണിലെ ചില ആഴമേറിയ ഗുഹകളിൽ സമയം നിശ്ചലമാണ്. അവിടെ പ്രവേശിക്കുന്നവർക്ക് വയസ്സാകില്ല, അവർ മരിക്കില്ല, അവർ എന്നേക്കുമായി അവിടെ കുടുങ്ങിക്കിടക്കും. ഫോസറ്റും മകനും അത്തരമൊരിടത്താണോ എത്തിപ്പെട്ടത്? ഇന്നും ആമസോണിലെ കാറ്റ് മരച്ചില്ലകളെ ഉലയ്ക്കുമ്പോൾ ഒരു മൂളൽ കേൾക്കാം. അത് കാടിൻ്റെ ശബ്ദമാണോ അതോ വഴിതെറ്റിയ ആത്മാക്കളുടെ നിലവിളിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അവിടെ ഇപ്പോഴും ചില ഇടങ്ങളുണ്ട്, ഉപഗ്രഹങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്തത്ര ഇടതൂർന്ന കാടുകൾ. ആ കാടുകൾക്കുള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഫോസറ്റിൻ്റെ തിരോധാനം ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നതാണ് കാടിനിഷ്ടം. കാരണം ഉത്തരം ലഭിച്ചാൽ ആമസോണിൻ്റെ ആ മാന്ത്രികത നഷ്ടപ്പെടും. എന്നാൽ ഈ കഥയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല. ഫോസറ്റ് അപ്രത്യക്ഷനായി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ പോയ ഒരു സഞ്ചാരി ഒരു മരത്തിൽ കുത്തിവെച്ച ഒരു പേര് കണ്ടു. പായൽ പിടിച്ചു തുടങ്ങിയ മങ്ങിയ അക്ഷരങ്ങൾ. പക്ഷേ അത് വായിക്കാൻ കഴിയുമായിരുന്നു. ആ പേര് ഫോസറ്റിൻ്റേതായിരുന്നില്ല, അത് ജാക്കിൻ്റേതായിരുന്നു. അതിനർത്ഥം ഫോസറ്റ് മരിച്ച ശേഷവും മകൻ ജാക്ക് കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നുവെന്നാണോ? ഒറ്റയ്ക്ക് ആ കൊടുങ്കാട്ടിൽ? പിതാവ് മരിച്ചു കിടക്കുന്നത് കണ്ട് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഭ്രാന്തമായി അലഞ്ഞുതിരിയുന്ന ആ യുവാവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. അവൻ്റെ അവസാനത്തെ ശ്വാസം ആ കാടുകളിലെ വായുവിൽ അലിഞ്ഞു ചേർന്നു. അവൻ്റെ അസ്ഥികൾ ആ മണ്ണിൽ വളമായി മാറി. കാട് അവനെ പൂർണ്ണമായും സ്വീകരിച്ചു. ഇന്ന് ആമസോണിലേക്ക് വിനോദസഞ്ചാരികൾ പോകുന്നുണ്ട്.
സുരക്ഷിതമായ ബോട്ടുകളിൽ ഗൈഡുകളുടെ സഹായത്തോടെ. അവരാ പച്ചപ്പും ഭംഗിയും കണ്ട് അത്ഭുതപ്പെടുന്നു. എന്നാൽ അവർക്കറിയില്ല, ആ മരങ്ങളുടെ വേരുകൾക്ക് താഴെ, ആ മണ്ണിൻ്റെ ഓരോ തരിയിലും ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവനും ഉറങ്ങിക്കിടക്കുന്നുവെന്ന്. നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല ഫോസറ്റ് ആസറ്റ് നഗരം കണ്ടെത്തിയോ എന്ന്. ഒരുപക്ഷെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ആ നഗരത്തിലെ രാജാവായി അദ്ദേഹം മരിക്കുന്നതുവരെ ജീവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരമ്പേറ്റ് ചോരവാർന്ന ഏതെങ്കിലും ഒരു ചതിപ്പിൽ അദ്ദേഹം അവസാനിച്ചിട്ടുണ്ടാകാം. ഏതായാലും ഒന്ന് സത്യമാണ്, പേഴ്സി ഫോസറ്റ് ആമസോണിലേക്ക് പോയത് ചരിത്രം കുറിക്കാനാണ്. അദ്ദേഹം അത് ചെയ്തു. ഭൂപടങ്ങൾ വരച്ചുകൊണ്ടല്ല, മറിച്ച് ഭൂപടത്തിൽ മായ്ക്കാൻ കഴിയാത്ത ഒരു ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചുകൊണ്ട്. അദ്ദേഹം കാടിൻ്റെ ഭാഗമായി. നമ്മൾ ഓരോ തവണ ആമസോണിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവിടെ എവിടെയെങ്കിലും ആ പഴയ കാക്യൂ ഡ്രസ്സും ധരിച്ച് കയ്യിലൊരു കോമ്പസുമായി നമ്മളെ നോക്കി ചിരിക്കുന്ന ആ മനുഷ്യനെ കാണാം. അദ്ദേഹം ഇപ്പോഴും നടക്കുകയാണ്, ആരും കാണാത്ത വഴികളിലൂടെ, ഒരിക്കലും അവസാനിക്കാത്ത യാത്രയിൽ. അവിടെ ആ നിശബ്ദതയിൽ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ അത് തേടിപ്പോകരുത്. കാരണം ആമസോൺ അതിൻ്റെ രഹസ്യങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് നിങ്ങളെ വിളിക്കും, വാ, ഇവിടെ വലിയൊരു രഹസ്യമുണ്ട് എന്ന് മരങ്ങൾ മന്ത്രിക്കും. ആ വിളി കേട്ട് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ഒരുപക്ഷേ ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായിരിക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കുക, കാടിൻ്റെ മൗനത്തിന് പോലും വലിയ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം തേടിപ്പോയതാണ് ഫോസറ്റിന് പറ്റിയ തെറ്റ്. അല്ലെങ്കിൽ അതായിരുന്നോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം? നമുക്കാലോചിക്കാം. പക്ഷേ ഉത്തരം ആ കാടിന് മാത്രമേ അറിയൂ. ആ കാട് ഒരിക്കലും അത് പറയില്ല. അതുകൊണ്ട് ആമസോണിലെ കാറ്റ് വീശുമ്പോൾ അതിലൊരു പഴയ ഇംഗ്ലീഷ് പാട്ടിൻ്റെ വരികളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു കോമ്പസിൻ്റെ സൂചി തിരിയുന്ന ശബ്ദം. അത് ഫോസറ്റാണ്. അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്, നിശബ്ദതയിൽ, ഇരുട്ടിൽ, എന്നേക്കുമായി. ആമസോൺ കാടുകളിൽ സമയം എന്നത് ഒരു നേർരേഖയല്ല, അതൊരു വൃത്തമാണ്. നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുന്ന ഒരവസ്ഥ. ഫോസറ്റിൻ്റെ കഥയും അങ്ങനെയാണ്. എത്രയൊക്കെ തിരഞ്ഞാലും എത്രയൊക്കെ തെളിവുകൾ നിരത്തിയാലും നമ്മൾ ചെന്നെത്തുന്നത് 1925 മെയ് മാസത്തിലെ മൂടൽമഞ്ഞിലാണ്. അവിടെ ഉത്തരങ്ങൾ മരവിച്ചു നിൽക്കുന്നു. മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ നുണ പറഞ്ഞേക്കാം. ഗോത്രവർഗക്കാർ ഭയം കൊണ്ടോ വെറുപ്പുകൊണ്ടോ കഥകൾ മെനഞ്ഞേക്കാം. എന്നാൽ നിശബ്ദമായ ചില വസ്തുക്കൾക്ക് സത്യം പറയാതിരിക്കാൻ കഴിയില്ല. അത്തരമൊരു വസ്തുവാണ് ഈ നിഗൂഢതയിലെ ഏറ്റവും വിചിത്രമായ കണ്ണി. 1979 ഫോസറ്റ് അപ്രത്യക്ഷനായി അരനൂറ്റാണ്ട് പിന്നിട്ട സമയം ബ്രസീലിലെ ഒരു സാധാരണ പണയക്കടയിൽ അപ്രതീക്ഷിതമായ ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടു. അത് സ്വർണത്തിൽ തീർത്ത ഒരു പ്രത്യേകതരം മുദ്രയുള്ള മോതിരമായിരുന്നു. കടയുടമയ്ക്ക് അതിൻ്റെ ചരിത്രം അറിയുമായിരുന്നില്ല. എന്നാൽ അത് തിരിച്ചറിഞ്ഞവർ ഞെട്ടിപ്പോയി. അത് കേണൽ ഫോസറ്റിൻ്റെ മോതിരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം തലമുറകളായി കൈമാറി വന്ന, അദ്ദേഹം വിരലിൽ നിന്ന് ഒരിക്കലും അഴിച്ചുമാറ്റാത്ത ആ മുദ്രമോതിരം. അതിൽ ലാറ്റിൻ ഭാഷയിലൊരു വാചകം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു: കഷ്ടപ്പെടുന്നവന് വിജയം, വിക്ടറി ടു ഹിം ഹൂ സഫേഴ്സ്. എന്തൊരു വിരോധാഭാസം! ആമസോൺ കാടുകൾ ഫോസറ്റിന് നൽകിയത് കഷ്ടപ്പാട് മാത്രമായിരുന്നു. വിജയം നൽകിയോ എന്നത് ഇന്നും തർക്കവിഷയമാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, ആ മോതിരം എങ്ങനെയാണ് ആമസോണിൻ്റെ ഉൾക്കാടുകളിൽ നിന്ന് 1979 ഒരു നഗരത്തിലെ കടയിലെത്തിയത്? 2 സാധ്യതകളാണ് ഇതിനുള്ളത്. ഒന്ന്, ഫോസറ്റ് കൊല്ലപ്പെട്ടപ്പോൾ ആദിവാസികൾ അത് കൈക്കലാക്കി. പിന്നീട് കൈമറിഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് ശേഷം അത് പുറം ലോകത്തെത്തി. 2, ഫോസറ്റ് മരിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം ആ മോതിരം പണയം വെച്ച് ഭക്ഷണം വാങ്ങിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മരണത്തിന് തൊട്ടുമുമ്പ് തൻ്റെ അസ്തിത്വം തെളിയിക്കാൻ അദ്ദേഹം അത് ആരെയെങ്കിലും ഏൽപ്പിച്ചതാകാം. ഈ മോതിരം വെറുമൊരു ലോഹത്തുണ്ടല്ല, അത് ഫോസറ്റിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ്. അത് നമ്മളോട് പറയുന്നത് അദ്ദേഹം കാടിൻ്റെ ആഴങ്ങളിൽ എവിടെയോ വെച്ച് തൻ്റെ പഴയ ജീവിതത്തിൻ്റെ അവസാനത്തെ അടയാളവും ഉപേക്ഷിച്ചു എന്നാണ്. ആ മോതിരം ഊരിമാറ്റിയ നിമിഷം കേണൽ പേഴ്സി ഫോസറ്റ് എന്ന ബ്രിട്ടീഷ് പര്യവേക്ഷകൻ മരിച്ചു. പകരം കാടിൻ്റെ സ്വന്തം മനുഷ്യൻ ജനിച്ചു. നമുക്ക് വീണ്ടും ആ ഗോത്രവർഗക്കാരുടെ മൊഴികളിലേക്ക് മടങ്ങാം. കാരണം പാശ്ചാത്യ ലോകം അവഗണിച്ച ആ മൊഴികളിലായിരുന്നു യഥാർത്ഥ സത്യം ഒളിഞ്ഞിരുന്നത്. കലാപലോ ഗോത്രവർഗക്കാർ പറഞ്ഞത് ഫോസറ്റ് മോശമായി പെരുമാറി എന്നാണ്. ഇത് വെറുമൊരു പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ കഥയല്ല. ആമസോണിലെ ഗോത്ര നിയമങ്ങളുടെ ലംഘനമാണ്. അവിടെ അതിഥി ദൈവമാണ്. പക്ഷേ ആ അതിഥി മര്യാദകൾ ലംഘിച്ചാൽ അയാൾ പിശാചുമാണ്. ഫോസറ്റ് ഒരു തികഞ്ഞ പര്യവേക്ഷകനായിരുന്നെങ്കിലും 1925 അദ്ദേഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സമയത്തിനെതിരായ ഓട്ടത്തിലായിരുന്നു അദ്ദേഹം.
തൻ്റെ നഗരം മറ്റാരെങ്കിലും കണ്ടെത്തുന്നതിന് മുൻപ് തനിക്ക് കണ്ടെത്തണം എന്ന വാശി അത് അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിപ്പിച്ചിരിക്കാം. ഗോത്രവർഗക്കാർ നൽകിയ ഭക്ഷണം അദ്ദേഹം നിരസിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു നൽകാൻ കയ്യിൽ സമ്മാനങ്ങളില്ലാതിരുന്നപ്പോൾ അദ്ദേഹം അവിടെ സൃഷ്ടിച്ചതൊരു വിള്ളലാണ്. ആമസോണിൽ സമ്മാനങ്ങൾ കൈമാറുക എന്നത് സമാധാനത്തിൻ്റെ ഉടമ്പടിയാണ്. അത് ലംഘിക്കപ്പെട്ടാൽ പിന്നെ അവശേഷിക്കുന്നത് യുദ്ധമാണ്. മറ്റൊരു ഭയാനകമായ സാധ്യത കൂടിയുണ്ട്. ഫോസറ്റിൻ്റെ മകൻ ജാക്ക്, തികച്ചും ആരോഗ്യമുള്ള എന്നാൽ കാടിനെ ഭയപ്പെട്ടിരുന്ന ആ യുവാവ്. ഗോത്രവർഗക്കാരുടെ കണ്ണിൽ ജാക്ക് ഒരു അത്ഭുതമായിരുന്നു. അവൻ്റെ ഉയരം, അവൻ്റെ നിറം. ഫോസറ്റിനെ കൊല്ലുന്നതിന് പകരം അവർ ജാക്കിനെ പിടിച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകുമോ? മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണോ ഫോസറ്റ് കൊല്ലപ്പെട്ടത്? ഇവിടെ ഡേവിഡ് ഗ്രാൻ എന്ന പത്രപ്രവർത്തകൻ നടത്തിയ അന്വേഷണങ്ങൾ പ്രസക്തമാണ്. അദ്ദേഹം കണ്ടെത്തിയ വിവരങ്ങൾ ഫോസറ്റിൻ്റെ തിരോധാനം ഒരു കൊലപാതകമായിരുന്നു എന്ന് ഉറപ്പിക്കുന്നു. പക്ഷെ അത് വെറുമൊരു കൊലപാതകമായിരുന്നില്ല. അതൊരു കരുണകൊല എന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മുന്നോട്ടു പോയാൽ മരണം ഉറപ്പാണ് എന്ന ആദിവാസികൾക്കറിയാമായിരുന്നു. ഇൻഡിയോസ് ബ്രാവോസ് എന്ന ക്രൂരരായ ഗോത്രങ്ങളുടെ പ്രദേശത്തേക്ക് നടന്നുപോകുന്ന ഫോസറ്റിനെയും മകനെയും കണ്ട് അവർ സഹതപിച്ചിട്ടുണ്ടാകാം. ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വെച്ച് പെട്ടെന്ന് മരിക്കുന്നതാണ് എന്നവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. അതൊരു ശിക്ഷയല്ല, ഒരു രക്ഷപ്പെടുത്തലായിരുന്നു. പക്ഷേ ഈ രക്തരൂക്ഷിതമായ കഥകൾക്കിടയിലും ഫോസറ്റ് ശരിയായിരുന്നു എന്ന സത്യം തിളങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ആധുനിക പുരാവസ്തു ഗവേഷകർ ആമസോണിൽ അത്ഭുതകരമായ ചിലത് കണ്ടെത്തി. മൈക്കൽ ഹെക്കൻബർഗർ എന്ന ആന്ത്രോപോളജിസ്റ്റ് കുയിക്കുരു ഗോത്രമേഖലയിൽ നടത്തിയ ഖനനങ്ങൾ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചു. ഫോസറ്റ് പറഞ്ഞത് ശരിയായിരുന്നു. ആമസോണിൽ വലിയ നഗരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഫോസറ്റ് തെറ്റിദ്ധരിച്ചതൊരിടത്താണ്. അദ്ദേഹം തേടിയത് യൂറോപ്യൻ മാതൃകയിലുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളായിരുന്നു. എന്നാൽ ആമസോണിലെ നാഗരികത മണ്ണും തടിയും കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവരായിരുന്നു. ഹെക്കൻബർഗർ കണ്ടെത്തിയത് കുഹിക്കുഗു എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുരാതന നഗര സമുച്ചയമാണ്. കിടങ്ങുകൾ, വിശാലമായ റോഡുകൾ, കൃഷിസ്ഥലങ്ങൾ, പാലങ്ങൾ എന്നിവയടങ്ങിയ വമ്പൻ സാമ്രാജ്യം. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരിടം. ഫോസറ്റ് ഈ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയാണ് നടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ മരങ്ങളുടെ വേരുകൾക്കിടയിൽ അദ്ദേഹം തേടിയ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല, കാരണം കാടത് വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ ദുരന്തം. ഫോസറ്റ് ആമസോണിലെത്തിയപ്പോഴേക്കും ആ നാഗരികത നശിച്ചു കഴിഞ്ഞിരുന്നു. യൂറോപ്യന്മാർ കൊണ്ടുവന്ന വസൂരിയും മറ്റു രോഗങ്ങളും കാരണം ആ നഗരങ്ങളിലെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി മരിച്ചു വീണിരുന്നു. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും നടന്ന ഈ മഹാമാരി ആമസോണിലെ വലിയ ജനപദങ്ങളെ ശൂന്യമാക്കി. അതായത് ഫോസറ്റ് തേടിപ്പോയത് ഒരു പ്രേത നഗരത്തെയായിരുന്നു, മരിച്ചു കഴിഞ്ഞ ഒരു സംസ്കാരത്തെ. അദ്ദേഹം കണ്ട നിശബ്ദത വെറും കാടിൻ്റെ നിശബ്ദതയായിരുന്നില്ല, അതൊരു വംശഹത്യയുടെ നിശബ്ദതയായിരുന്നു. ആമസോണിലെ മണ്ണ് പരിശോധിച്ചാൽ ടെറാ പ്രേട്ട എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് കാണാം. ഇത് പ്രകൃതിദത്തമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ജൈവാവശിഷ്ടങ്ങൾ കത്തിച്ചും കരിചേർത്തും കൃഷിക്കായി രൂപപ്പെടുത്തിയെടുത്ത മണ്ണാണിത്. ആമസോണിൻ്റെ വലിയൊരു ഭാഗം ഇത്തരത്തിൽ മനുഷ്യനിർമ്മിതമാണ് എന്ന് ശാസ്ത്രമെന്ന് സമ്മതിക്കുന്നു. ഫോസറ്റ് നടന്നുപോയത് കാട്ടിലൂടെയല്ല, മറിച്ച് മരിച്ചുപോയ ഒരു വലിയ തോട്ടത്തിലൂടെയാണ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം ഇത്രയധികം വേദന നിറഞ്ഞതാകുമായിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് താൻ കണ്ടെത്തുന്ന നഗരത്തിൽ ഇപ്പോഴും രാജാക്കന്മാരും പുരോഹിതന്മാരുമുണ്ട് എന്നാണ്. എന്നാൽ അവിടെ അവശേഷിച്ചിരുന്നത് ആത്മാക്കൾ മാത്രമായിരുന്നു. ഇനി നമുക്ക് ആ അവസാന നിമിഷങ്ങളൊന്ന് പുനർസൃഷ്ടിക്കാം. ഭാവനയല്ല, മറിച്ച് ലഭ്യമായ തെളിവുകളുടെയും ആമസോണിൻ്റെ സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. മെയ് 29 ശേഷം അവർ ഡെഡ് ഹോർസ് ക്യാമ്പിൽ നിന്ന് കിഴക്കോട്ട് നീങ്ങി. ഓരോ അടി നടക്കുമ്പോഴും കാട് കൂടുതൽ ഇരുണ്ടുമാറി. ആമസോണിലെ ചൂട്, അത് വിവരിക്കാൻ വാക്കുകളില്ല. വിയർപ്പ് കണ്ണുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നു, വസ്ത്രങ്ങൾ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. ഓരോ ശ്വാസവും കനത്തതാണ്. ജാക്കിൻ്റെയും റാലിയുടെയും കാലുകൾ തളർന്നിട്ടുണ്ടാകാം, പക്ഷെ ഫോസറ്റ് അവരെ നിർബന്ധിച്ച് നടത്തി. നമ്മൾ അടുത്തെത്താറായി, ഇനി കുറച്ചു ദൂരം കൂടി മാത്രം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഡയറിയിലെ അവസാന വരികൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ദിശ തെറ്റാതെയാണ് സഞ്ചരിച്ചിരുന്നത് എന്നാണ്. പക്ഷെ കാടിന് ദിശകളില്ല. അവിടെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എല്ലാം പച്ചനിറം മാത്രമാണ്. രാത്രികളിൽ അവർ തീ കൂട്ടിയിട്ടുണ്ടാകാം. ആ തീവെളിച്ചത്തിൽ കാടിൻ്റെ കണ്ണുകൾ അവരെ ഉറ്റുനോക്കിയിട്ടുണ്ടാകാം. ജാഗ്വാറുകൾ മാത്രമല്ല, ആദിവാസികളുടെ സ്കൗട്ടുകളും അവരെ നിരീക്ഷിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് അതറിയാമായിരുന്നു. നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന തോന്നൽ അദ്ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. ഒടുവിൽ അവരാ നിർണായകമായ അതിർത്തിയിലെത്തി.
സമാധാനപ്രിയരായ ഗോത്രങ്ങളുടെ മണ്ണിൽ നിന്ന് യുദ്ധപ്രിയരായ ഗോത്രങ്ങളുടെ മണ്ണിലേക്ക്. അവിടെ വെച്ചാണ് നിശബ്ദത നിലവിളിയായി മാറിയത്. ഒരുപക്ഷെ അത് പെട്ടെന്നായിരുന്നിരിക്കാം. മരങ്ങൾക്കിടയിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകൾ, അല്ലെങ്കിൽ വിഷം പുരട്ടിയ കുന്തങ്ങൾ, പ്രതിരോധിക്കാൻ പോലും സമയം കിട്ടാത്ത മരണം. അല്ലെങ്കിൽ അത് സാവധാനമായിരുന്നിരിക്കാം. പട്ടിണി, രോഗം, വഴിതെറ്റി അലഞ്ഞ് ഒടുവിൽ മരച്ചുവട്ടിൽ തളർന്നു വീഴുന്ന മരണം. പ്രാണികൾ ശരീരം പൊതിയുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ. ഏതായാലും ആമസോൺ അവരെ സ്വീകരിച്ചു. ഒരു അസ്ഥിക്കഷ്ണം പോലും ബാക്കി വയ്ക്കാതെ അതവരെ ദഹിപ്പിച്ചു. പക്ഷേ ഫോസറ്റിൻ്റെ ആത്മാവ് അവിടെ അടങ്ങിയില്ല. അത് ആമസോണിൻ്റെ ഐതിഹ്യങ്ങളിലെ ഒരു ശാപമായി മാറി. അദ്ദേഹത്തെ തേടിപ്പോയവരെല്ലാം ആ ശാപത്തിൻ്റെ ഇരകളായി. 1996 ബ്രസീലിയൻ പര്യവേക്ഷകർ കലാപലോ ഗ്രാമത്തിൽ നിന്നൊരു പുതിയ വിവരം കണ്ടെത്തി. ഗോത്രവർഗക്കാർ തലമുറകളായി കൈമാറി വരുന്ന പാട്ടുകളിൽ ആ വെള്ളക്കാരൻ്റെ വരവ് ഒരു ദുഷ്ടഗുണമായാണ് വർണ്ണിക്കുന്നത്. അയാൾ വന്നതോടെ കാട് കോപിച്ചു. അവർ പാടുന്നു. പക്ഷികൾ പാട്ടു നിർത്തി. നദിയിലെ വെള്ളം കറുത്തു. ഇത് വെറുമൊരു പാട്ടല്ല. പ്രകൃതിയുടെ താളം തെറ്റിച്ച മനുഷ്യന്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന് നമ്മൾ ഫോസറ്റിനെ ഓർക്കുന്നത് ഒരു നായകനായിട്ടാണ്, സാഹസികതയുടെ പര്യായമായി. എന്നാൽ ആമസോണിൻ്റെ കണ്ണിൽ അദ്ദേഹം ഒരു നുഴഞ്ഞുകയറ്റുകാരനായിരുന്നു. തൻ്റെ അഹങ്കാരം കൊണ്ട് പ്രകൃതിയെ വെല്ലുവിളിച്ച മനുഷ്യൻ. ഈ കഥ നമ്മോട് പറയുന്ന മറ്റൊരു വലിയ സത്യമുണ്ട്: അജ്ഞാതമായതിനെക്കുറിച്ചുള്ള ഭയം. ആധുനിക മനുഷ്യന് ഭൂപടത്തിൽ ശൂന്യമായ സ്ഥലങ്ങൾ സഹിക്കാൻ കഴിയില്ല. എല്ലാത്തിനും പേരിടണം, എല്ലാത്തിനെയും അളക്കണമെന്ന് നമുക്ക് നിർബന്ധമാണ്. എന്നാൽ ആമസോൺ അതിന് വഴങ്ങില്ല. അത് നമ്മുടെ ഉപഗ്രഹങ്ങളെ നോക്കി ചിരിക്കുന്നു. ഫോസറ്റ് ആമസോണിലേക്ക് നടന്നപ്പോൾ അദ്ദേഹം നടന്നത് ഭൂഗർഭശാസ്ത്രത്തിലേക്കല്ല, മനുഷ്യന്റെ മനസ്സിന്റെ ഇരുണ്ട കോണുകളിലേക്കാണ്. ഭ്രാന്തും സ്വപ്നവും തമ്മിലുള്ള നേർത്ത വരയിലൂടെയായിരുന്നു ആ യാത്ര. നമുക്ക് ആലോചിച്ചു നോക്കാം. ഫോസറ്റ് ശരിക്കും മരിച്ചുവോ? അതോ ഗോത്രവർഗക്കാരുടെ ഇടയിൽ അവരുടെ ഭാഷ പഠിച്ച് അവരുടെ ദൈവങ്ങളെ വണങ്ങി ആ കാടിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹം മാറിയോ? അദ്ദേഹം തേടി വന്ന ലോകം, അദ്ദേഹം ഉപേക്ഷിച്ചു വന്ന ലോകത്തേക്കാൾ മികച്ചതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യങ്ങളും വഞ്ചനകളും നിറഞ്ഞ യൂറോപ്പിനേക്കാൾ ഭേദം ഈ പച്ച നരകമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അത് പരാജയമല്ല, അത് വിജയമാണ്. കഷ്ടപ്പെടുന്നവന് വിജയമെന്ന അദ്ദേഹത്തിൻ്റെ മോതിരത്തിലെ വരികൾ അർത്ഥവത്താകുന്നത് അപ്പോഴാണ്. പക്ഷേ ആ വിജയം ആഘോഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കാറ്റിലാടുന്ന മരച്ചില്ലകൾ മാത്രം. നൂറ്റാണ്ടൊന്ന് കഴിയാറായിട്ടും ഇന്നും ആമസോണിലെ ചില മേഖലകളിലേക്ക് കടക്കാൻ പുറം ലോകത്തിന് അനുവാദമില്ല. ബ്രസീൽ സർക്കാർ ഈ പ്രദേശങ്ങളെ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഗോത്രങ്ങളെ, അഥവാ അൺകോണ്ടാക്റ്റഡ് ട്രൈബ്സിനെ ശല്യം ചെയ്യരുത് എന്നതാണ് നിയമം. വിരോധാഭാസമെന്നു പറയട്ടെ, ഈ നിയമം വന്നത് ഫോസറ്റ് പോലുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. നമ്മൾ അവരെ വെറുതെ വിടണം. കാരണം നമ്മൾ കൊണ്ടുവരുന്ന നാഗരികത അവർക്ക് മരണമാണ്. തിരിച്ചും അവരുടെ ലോകം നമുക്കും മരണമാണ്. ഫോസറ്റിൻ്റെ ആസ്തികൾ എവിടെയെങ്കിലും കിടക്കുമുണ്ടാകാം. ഒരുപക്ഷെ ഒരു വലിയ മരത്തിൻ്റെ വേരുകൾ അതിനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടാകാം. ആ മരം ആ അസ്ഥികളിലെ കാൽസ്യം വലിച്ചെടുത്ത് വളർന്നിട്ടുണ്ടാകാം. ആ മരത്തിൻ്റെ ഇലകൾ ആകാശത്തേക്ക് നോക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ ആമസോണിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വെറും കാടല്ല, നിങ്ങൾ കാണുന്നത് ഫോസറ്റിനെയാണ്. അദ്ദേഹം ആ കാടായി മാറിക്കഴിഞ്ഞു. ഇനിയൊരു നിമിഷം ആ ഭയാനകമായ രാത്രിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എല്ലാം അവസാനിച്ച ആ രാത്രി. കാടിൻ്റെ ശബ്ദങ്ങൾ നിലയ്ക്കുന്നു. ചീവീടുകൾ നിശബ്ദമാകുന്നു. ഫോസറ്റ് തൻ്റെ മകനെ നോക്കുന്നു. ജാക്കിൻ്റെ കണ്ണുകളിൽ ജീവൻ മാഞ്ഞുപോകുന്നത് അദ്ദേഹം കാണുന്നു. തൻ്റെ സ്വപ്നം തകർന്നു വീഴുന്നത് അദ്ദേഹം അറിയുന്നു. അപ്പോൾ ആ നിമിഷത്തിൽ അദ്ദേഹം എന്തു ചിന്തിച്ചിട്ടുണ്ടാകും? താൻ കണ്ടുപിടിച്ച സെഡ് സത്യമാണെന്ന് തെളിയിക്കാൻ ആരും ബാക്കിയില്ലെന്ന വേദനയോ? അതോ ഈ രഹസ്യം എന്നേക്കുമായി തന്നോടൊപ്പം മണ്ണടിയുമെന്ന സമാധാനമോ? ആ അവസാന ശ്വാസത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഒരു വെളിച്ചം കണ്ടിട്ടുണ്ടാകാം. മരങ്ങൾക്കിടയിലൂടെ ഒഴുകിവരുന്നൊരു സ്വർണ്ണപ്രകാശം. അദ്ദേഹം തേടിവന്ന നഗരം. അത് കല്ലുകൾ കൊണ്ടുള്ളതായിരുന്നില്ല, അത് പ്രകാശത്തിൻ്റേതായിരുന്നു.
മരണം ചിലപ്പോൾ ഒരു വാതിലാണ്. ഫോസറ്റ് ആ വാതിൽ തുറന്ന് കടന്നുപോയി. പക്ഷേ നമുക്കാ വാതിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. നമ്മളിപ്പോഴും പുറത്തു നിൽക്കുകയാണ്, ഊഹങ്ങളും തെളിവുകളും കഥകളുമൊക്കെയായി. ആമസോണിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു വിങ്ങലുണ്ട്. അത് കേൾക്കാൻ കാതുകൾ പോരാ, മനസ്സ് വേണം. ഫോസറ്റിനെ സ്നേഹിച്ചവർ, അദ്ദേഹത്തെ വെറുത്തവർ, അദ്ദേഹത്തെ ആരാധിച്ചവർ എല്ലാവരും മരിച്ചുപോയി. പക്ഷേ ആ കഥ മരിക്കുന്നില്ല. കാരണം മനുഷ്യനുള്ളിടത്തോളം കാലം ചക്രവാലങ്ങൾക്കപ്പുറത്ത് എന്താണെന്നറിയാനുള്ള ത്വര അവനുണ്ടാകും. ആ ത്വരയുടെ രക്തസാക്ഷിയാണ് പേഴ്സി ഫോസറ്റ്. അദ്ദേഹത്തിൻ്റെ കഥ നമ്മളെ ഭയപ്പെടുത്തുന്നു, കാരണം അത് നമ്മോട് പറയുന്നത് നമ്മുടെ പരിമിതികളെക്കുറിച്ചാണ്. പ്രകൃതി നമ്മളെക്കാൾ വലുതാണ്, കാലം നമ്മളെക്കാൾ ശക്തമാണ്. അടുത്തതായി ഈ നിഗൂഢതയുടെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കും. ആധുനിക ശാസ്ത്രം, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, DNA പരിശോധനകൾ എന്നിവയിലൂടെ ഈ കേസ് വീണ്ടും തുറന്നപ്പോൾ ലഭിച്ച വിവരങ്ങൾ. പക്ഷേ ഓർക്കുക, ശാസ്ത്രത്തിന് വസ്തുതകൾ നൽകാൻ കഴിയും, എന്നാൽ സത്യം അത് ആമസോണിൻ്റെ കയ്യിലാണ്. ആമസോൺ അത് വിട്ടുതരില്ല. ഇരുട്ടിൽ നിന്നൊരു കൈ നീളുന്നു. അത് നമ്മളെ വിളിക്കുന്നു. ഫോസറ്റിനെ വിളിച്ച അതേ വിളി കേൾക്കുന്നുണ്ടോ? കാറ്റിൻ്റെ മൂളലിലല്ല, നിങ്ങളുടെ ഹൃദയമിടിപ്പിലാണ് ആ ശബ്ദം. അജ്ഞാതമായതിലേക്കുള്ള വിളി. നാം ജീവിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയിലാണ്. ഗൂഗിൾ എർത്തിലും സാറ്റലൈറ്റ് ഭൂപടങ്ങളിലും ഭൂമിയുടെ ഓരോ മുക്കും മൂലയും തെളിഞ്ഞു കാണാം എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ആകാശത്തു നിന്നുള്ള ആ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത ചിലതുണ്ട്. ആമസോൺ മഴക്കാടുകളുടെ കട്ടിയുള്ള മേൽക്കൂരയാണത്. ആ പച്ചപ്പുതപ്പിനു താഴെ നിഴലുകൾക്ക് പോലും ഭാരമുള്ള ആ അടിത്തട്ടിൽ സാങ്കേതികവിദ്യ പരാജയപ്പെടുന്നു. അവിടെ ഇന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. ഫോസറ്റിന്റെ കഥയുടെ അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്. അദ്ദേഹം തേടിയത് ഒരു മിഥ്യയായിരുന്നില്ല. അദ്ദേഹം ഒരു ഭ്രാന്തനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരുന്നില്ല. അദ്ദേഹത്തിന് പറ്റിയ ഒരേയൊരു തെറ്റ്, അദ്ദേഹം തേടിയ നഗരത്തിന്റെ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്. വർഷങ്ങൾക്കിപ്പുറം ആധുനിക പുരാവസ്തു ഗവേഷകർ ആമസോണിലെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ ലോകത്തെ ഞെട്ടിച്ചു. കുയിക്കുറു എന്ന ഗോത്രമേഖലയിൽ കാടുവെട്ടിത്തെളിച്ചപ്പോൾ കണ്ടത് പ്രകൃതിദത്തമായ കുന്നുകളല്ലായിരുന്നു. അത് മനുഷ്യൻ നിർമ്മിച്ച മതിലുകളായിരുന്നു, കിടങ്ങുകളായിരുന്നു, കൃത്യമായ ജാമിതീയ അളവുകളിൽ തീർത്ത വലിയ നഗരസമുച്ചയങ്ങൾ. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം ഗാർഡൻ സിറ്റീസ് അഥവാ ഉദ്യാന നഗരങ്ങൾ എന്ന് വിളിക്കുന്നത്. കല്ലും സിമന്റും കൊണ്ടല്ല, മറിച്ച് മണ്ണും തടിയും ഉപയോഗിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് നിർമ്മിച്ച വമ്പൻ നഗരങ്ങൾ. പതിനായിരക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന പാലങ്ങളും റോഡുകളും അണക്കെട്ടുകളും ഉണ്ടായിരുന്ന ഒരു മഹാസംസ്കാരം. ഫോസറ്റ് വിശ്വസിച്ചതുപോലെ അവർക്ക് സ്വർണ്ണ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷേ അവർക്ക് സമ്പന്നമായൊരു സംസ്കാരമുണ്ടായിരുന്നു. ഏറ്റവും വലിയ ദുരന്തമെന്താണെന്നോ? ഫോസറ്റ് ആ കാടുകളിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം നടന്നിരുന്നത് ഈ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയായിരുന്നു. ആ മരങ്ങളുടെ വേരുകൾ ഇറങ്ങിയിരുന്നത് പുരാതനമായ വീടുകളുടെ അടിത്തറയിലേക്കായിരുന്നു. അദ്ദേഹം തേടിയ സെഡ് അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനത് കാണാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അവിടെ എത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആ സംസ്കാരം മരിച്ചു കഴിഞ്ഞിരുന്നു. യൂറോപ്പിൽ നിന്ന് വന്ന കപ്പലുകൾ കൊണ്ടുവന്ന വസൂരിയും കോളറയും പോലുള്ള രോഗങ്ങൾ കാറ്റിലൂടെയും നദികളിലൂടെയും കാട്ടിൻ്റെ ഉള്ളിലെത്തി. പുറം ലോകത്തെ മനുഷ്യരെ കാണുന്നതിനു മുൻപേ അവർ അയച്ച രോഗാണുക്കൾ ആമസോണിലെ ഗോത്രങ്ങളെ കൊന്നൊടുക്കി. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. ഗ്രാമങ്ങൾ ശൂന്യമായി. കാട് ആ നഗരങ്ങളെ തിരിച്ചുപിടിച്ചു. അതുകൊണ്ട് ഫോസറ്റ് കണ്ട നിശബ്ദത വെറുമൊരു നിശബ്ദതയായിരുന്നില്ല. അതൊരു ശവപ്പറമ്പിൻ്റെ നിശബ്ദതയായിരുന്നു. അദ്ദേഹം ഒരു പ്രേതനഗരത്തിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്, മരിച്ചവരുടെ ആത്മാക്കൾ തിങ്ങി നിറഞ്ഞ വഴിയിലൂടെ. ഇനി നമുക്ക് ആ അവസാന ദിവസങ്ങളിലെ മാനസികാവസ്ഥയിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ശരീരം തളരുമ്പോഴും മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യുന്ന 3 മനുഷ്യർ. ജാക്ക് ഫോസറ്റിൻ്റെ കാര്യം ആലോചിച്ചു നോക്കൂ. 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ്. ലണ്ടനിലെ സുരക്ഷിതമായ ജീവിതം ഉപേക്ഷിച്ച് പിതാവിൻ്റെ സ്വപ്നത്തിന് കൂട്ടുപോയ മകൻ. കാട്ടിലെ ഓരോ ശബ്ദവും അവനെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. റാലി റിമലിൻ്റെ കാരിലെ വ്രണം പഴുത്ത് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിട്ടും അവനെ ചുമലിലേറ്റിയാകാം അവർ മുന്നോട്ടു പോയത്. പിതാവായ പേഴ്സി ഫോസറ്റ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തായിരുന്നു? കുറ്റബോധമുണ്ടായിരുന്നോ? തൻ്റെ മകനെയും അവൻ്റെ സുഹൃത്തിനെയും മരണത്തിലേക്ക് നയിച്ചത് താനാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അതോ ലക്ഷ്യത്തിനു തൊട്ടരികിലാണ് താനെന്ന വിശ്വാസം ആ കുറ്റബോധത്തെ മറച്ചുവായോ? അദ്ദേഹം തന്റെ ഡയറിയിൽ എഴുതിയത് നമ്മൾ ഓർക്കുന്നു. പരാജയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന്. ആ വരികൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അഹങ്കാരമായിരുന്നു. പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ കാണിക്കുന്ന അഹങ്കാരം. ആമസോണിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ഇന്നും പ്രചരിക്കുന്ന കഥകളിൽ കുളവികളെപ്പോലെ ദേഷ്യമുള്ള ആ വെള്ളക്കാരനെക്കുറിച്ച് പറയുന്നുണ്ട്. വിശപ്പും ക്ഷീണവും കൊണ്ട് സമനില തെറ്റിയ ഒരു മനുഷ്യനെയാണ് അവർ കണ്ടത്. ഒരുപക്ഷെ അവസാന നിമിഷങ്ങളിൽ ഫോസറ്റ് തന്റെ പഴയ നയതന്ത്രജ്ഞത മറന്നിട്ടുണ്ടാകാം. ജീവൻ നിലനിർത്താനുള്ള മൃഗീയമായ വാശി മാത്രമായിട്ടുണ്ടാകാം അദ്ദേഹത്തിൽ അവശേഷിച്ചത്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഫോസറ്റിന്റെ തിരോധാനം നമ്മളെ ഇത്രയധികം ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കേവലം ഒരു മനുഷ്യന്റെ മരണമായതുകൊണ്ടല്ല, മറിച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനുഷ്യനെ എന്നും അസ്വസ്ഥമാക്കുന്നതുകൊണ്ടാണ്. ഫോസറ്റിനെ തേടിപ്പോയ രക്ഷാപ്രവർത്തകരുടെ കണക്കുകൾ നോക്കിയാൽ മതി ഈ കഥയുടെ ഗൗരവം മനസ്സിലാക്കാൻ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 100-ലധികം പേർ ഫോസറ്റിനെ അന്വേഷിച്ച് ആമസോണിൽ മരിച്ചു. പത്രചിത്രകാർ, സിനിമാക്കാർ, സാഹസികർ, ശാസ്ത്രജ്ഞർ അവരെല്ലാവരെയും ആ കാട് വിളിച്ചുവരുത്തി. എന്താണ് ആ വിളി? ഫോസറ്റ് മാനിയ എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന ആ അവസ്ഥ, അജ്ഞാതത്തെ അറിയാനുള്ള ആർത്തി. ഫോസറ്റ് ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം ആമസോണിലെ രാജാവായി മാറിയെന്നും വിശ്വസിക്കാനായിരുന്നു ആളുകൾക്കിഷ്ടം. കാരണം അദ്ദേഹം മരിച്ചുവെന്ന് വിശ്വസിച്ചാൽ ആമസോണിലെ ആ മാന്ത്രികത നഷ്ടപ്പെടും. നമുക്ക് ജയിക്കാൻ കഴിയാത്ത ഒരിടം ഭൂമിയിലുണ്ടെന്ന് സമ്മതിക്കാൻ മനുഷ്യന് മടിയാണ്. പക്ഷേ സത്യം മറ്റൊന്നാണ്. ആമസോൺ ആർക്കും കീഴ്പ്പെടില്ല. കലാബലോ ഗോത്രത്തിലെ വയോധികർ പറയുന്ന ഒരു കാര്യമുണ്ട്: വെള്ളക്കാർക്ക് വാച്ചുകളുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സമയമുണ്ട്. അവരുദ്ദേശിച്ചത് വ്യക്തമാണ്. നിങ്ങൾ നിങ്ങളുടെ തിരക്കിട്ട ജീവിതവുമായി വരുന്നു, പക്ഷേ കാട് അനന്തമാണ്. അത് കാത്തിരിക്കും. നിങ്ങൾ ക്ഷീണിക്കുന്നതുവരെ, നിങ്ങൾ തളരുന്നതുവരെ, നിങ്ങളുടെ ഉപേക്ഷകൾ അസ്തമിക്കുന്നതുവരെ അത് കാത്തിരിക്കും. ഒടുവിൽ അത് നിങ്ങളെ വീഴുങ്ങും. ഫോസറ്റിന്റെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല, പക്ഷേ നമുക്കത് ഊഹിക്കാൻ കഴിയും. അത് സിനിമകളിലതുപോലെ പെട്ടെന്നുള്ള മരണമായിരിക്കില്ല. അത് സാവധാനമുള്ള വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും. വിഷം പുരട്ടിയ അമ്പ് ശരീരത്തിൽ തറയ്ക്കുമ്പോഴുണ്ടാകുന്ന മരവിപ്പ്, മാംസപേശികൾ ചലിക്കാൻ വിസമ്മതിക്കുന്നത്, ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നത്, ചുറ്റും കൂടി നിൽക്കുന്ന ഗോത്രവർഗക്കാരുടെ മുഖത്തെ ഭാവഭേദമില്ലാത്ത നോട്ടം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കെഞ്ചി മരച്ചുവട്ടിൽ കിടന്ന് മരിക്കുമ്പോഴുണ്ടാകുന്ന ഏകാന്തത. ആ അവസാന നിമിഷത്തിൽ ഫോസറ്റ് ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടാകും. മരച്ചില്ലകൾക്കിടയിലൂടെ കാണുന്ന ചെറിയൊരു തുണ്ട് നീലാകാശം. അപ്പോൾ തന്നെ ലണ്ടനിലെ തൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകുമോ? ഭാര്യ നിനയെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാകുമോ? അതോ താൻ തേടി നടന്ന സെഡ് എന്ന നഗരം ആകാശത്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? മരണം ഫോസറ്റിനെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു ഐതിഹ്യമാക്കി മാറ്റി. ഇന്ന് ആമസോണിൻ്റെ ആഴങ്ങളിൽ മാത്തോഗ്മോസോ കാടുകൾ ഇപ്പോഴും വിജനമാണ്. അവിടെ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഗോത്രങ്ങൾ അഥവാ അൺകോണ്ടാക്റ്റഡ് ട്രൈബ്സ് ഇന്നും ജീവിക്കുന്നുണ്ട്. ആകാശത്ത് വിമാനം കാണുമ്പോൾ അവർ കുന്തങ്ങളെറിയുന്നു. നാഗരികതയെ അവർ ഭയക്കുന്നു. അവർ സംരക്ഷിക്കുന്നത് എന്താണ്? അവരുടെ ജീവിതരീതി മാത്രമാണോ? അതോ ഫോസറ്റ് കണ്ടെത്തിയ എന്നാൽ ലോകത്തോട് പറയാൻ കഴിയാതെ പോയ ആ വലിയ രഹസ്യമാണോ അവർ കാത്തുസൂക്ഷിക്കുന്നത്? ചില സിദ്ധാന്തങ്ങൾ പറയുന്നത് ഫോസറ്റ് ആ ഗോത്രങ്ങളിലൊന്നിൽ അലിഞ്ഞു ചേർന്നുവെന്നാണ്. അദ്ദേഹത്തിന് ഓർമ്മകൾ നഷ്ടപ്പെട്ടുവെന്നും കാടിൻ്റെ ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം മാറിയെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആമസോണിലെ ഏതോ ഒരു ഗോത്രവർഗക്കാരൻ്റെ സിരകളിൽ ഇന്ന് ഫോസറ്റിൻ്റെ രക്തം ഓടുന്നുണ്ടാകാം. ഇതൊരു ഭ്രാന്തമായ ചിന്തയല്ല, അതിജീവനത്തിൻ്റെ കഥയാണ്. നമുക്കീ കഥ അവസാനിപ്പിക്കാൻ കഴിയില്ല, കാരണം ഇതിനവസാനമില്ല. ഫോസറ്റ് തുടങ്ങിവെച്ചതൊരു യാത്രയല്ല, ഒരു അന്വേഷണമാണ്. നമ്മൾ ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മുടെ പരിമിതികൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം. ആമസോണിലെ നദികൾക്ക് ദിശ തെറ്റാറുണ്ട്. മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി ഭൂപടങ്ങളെ അത് മാറ്റിവരയ്ക്കും. അതുപോലെയാണ് ഫോസറ്റിൻ്റെ കഥയും. ഓരോ തവണ കേൾക്കുമ്പോഴും അതിന് പുതിയൊരു മുഖമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആമസോണിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പച്ചപ്പിൻ്റെ അനന്തത, അതിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയം തോന്നും. ഉള്ളിൽ നിന്ന് ഒരു വിറയൽ. അത് വെറുതെയല്ല, അത് നമ്മുടെ ആദിമ മനസ്സിൻ്റെ ഭയമാണ്. കാട് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന തോന്നൽ. ഫോസറ്റ് ആ ഭയത്തെ ജയിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം തോറ്റുപോയോ? ഭൗതികമായി നോക്കിയാൽ അതെ, അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ദൗത്യം അപൂർണമായി. പക്ഷെ ആത്മീയമായി നോക്കിയാലോ? അദ്ദേഹം ആ കാടിൻ്റെ ഭാഗമായി.
ആമസോൺ ഉള്ളിടത്തോളം കാലം ഫോസറ്റിന്റെ പേരും നിലനിൽക്കും. അദ്ദേഹം ആഗ്രഹിച്ചത് അനശ്വരതയാണെങ്കിൽ അദ്ദേഹത്തിനത് ലഭിച്ചു. ഇനി ആ അവസാനത്തെ ചിത്രം മനസ്സിൽ കാണുക. വർഷങ്ങൾ 1925. സ്ഥലം ആമസോൺ. സന്ധ്യ മയങ്ങുന്നു. കാടിന് കറുപ്പ് നിറം വരുന്നു. 3 രൂപങ്ങൾ ആ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവരുടെ കാൽപ്പാടുകൾക്ക് പിന്നാലെ കാട് വളരുന്നു. ആ വഴി എന്നേക്കുമായി അടച്ചുകളയുന്നു. പിന്നീട് കേൾക്കുന്നത് നിശബ്ദത മാത്രം. 100 വർഷം നീണ്ട നിശബ്ദത. ഇന്നും ഗവേഷകർ ആമസോണിലേക്ക് ചെവി ചേർത്തു പിടിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു സൂചനയ്ക്ക് വേണ്ടി, ഒരു ലോഹപ്പെട്ടി, ഒരു അസ്ഥി കഷ്ണം, അല്ലെങ്കിൽ ഒരു ഡയറി. പക്ഷേ കാടൊന്നും വിട്ടുതരില്ല. അതെടുത്തതൊന്നും അത് തിരിച്ചു നൽകില്ല. ഒരു പക്ഷേ ഫോസറ്റ് ഇപ്പോഴും അവിടെയുണ്ട്. നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം. കാറ്റിലാടുന്ന വള്ളിച്ചെടികളിൽ, രാത്രിയിൽ കേൾക്കുന്ന പക്ഷികളുടെ കരച്ചിലിൽ, നദിയിലെ ഓളങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്നു. ആമസോൺ ഒരു ശവപ്പറമ്പല്ല, അതൊരു വലിയ വായനശാലയാണ്. അവിടെ ഓരോ മരവും ഓരോ പുസ്തകമാണ്. ഫോസറ്റിൻ്റെ കഥ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അത് വായിക്കാൻ മനുഷ്യന് ഭാഷ അറിയില്ല. നമ്മൾ തിരച്ചിൽ അവസാനിപ്പിക്കണം. കാരണം ചില സത്യങ്ങൾ കണ്ടെത്താനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. ഫോസറ്റിൻ്റെ തിരോധാനം നമ്മളോട് പറയുന്നത് ഇതാണ്: എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണമെന്നില്ല. ചിലപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഏറ്റവും മനോഹരം. അദ്ദേഹം പോയി. എവിടേക്ക്? ആർക്കും അറിയില്ല. എന്തിന്? അതും ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം പോയി, തിരിച്ചു വന്നില്ല. ആ തിരിച്ചു വന്നില്ല എന്ന വാക്കിലാണ് ലോകത്തിലെ എല്ലാ ദുരൂഹതകളും ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കൊരിടത്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു നിശബ്ദത അനുഭവപ്പെട്ടാൽ ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു പക്ഷേ ആമസോണിൽ നിന്നുള്ള സന്ദേശമായിരിക്കാം. പേഴ്സി ഫോസറ്റിൻ്റെ സന്ദേശം. ഇവിടെ ഈ ഇരുട്ടിൽ ഞാൻ കണ്ടെത്തി ഞാൻ തേടിയതെല്ലാം. അതെ, ചിലപ്പോൾ വഴിതെറ്റിപ്പോകുന്നതാണ് ശരിയായ വഴിയിലേക്കുള്ള ഏകമാർഗം. ഫോസറ്റിന് വഴിതെറ്റിയില്ല, നമ്മൾക്കാണ് വഴിതെറ്റിയത്. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച നമ്മൾക്ക്. കഥ ഇവിടെ തീരുന്നില്ല. കാടത് തുറന്നുകൊണ്ടേയിരിക്കും. നിശബ്ദമായി, ഭയാനകമായി, മനോഹരമായി. നിശബ്ദത, നിശബ്ദത, വെറും നിശബ്ദത. ഭൂപടങ്ങളിലെ നേർത്ത വരകൾക്കും അക്ഷാംശരേഖകൾക്കും അപ്പുറം മനുഷ്യന്റെ യുക്തി അവസാനിക്കുന്നിടത്ത് ആമസോൺ തുടങ്ങുന്നു. അവിടെ തടങ്ങാവുന്ന, അഥവാ സ്റ്റോക്ക് ടൈം എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. 1925 കേണൽ ഫോസറ്റ് ആ പച്ചപ്പിലേക്ക് മറഞ്ഞപ്പോൾ അദ്ദേഹം നടന്നു കയറിയത് കേവലം ഒരു വനത്തിലേക്കായിരുന്നില്ല. മനുഷ്യരാശിക്ക് തന്നെ ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നായ അനിശ്ചിതത്വം എന്ന വലിയ ഗർത്തത്തിലേക്കാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് ആ ഗർത്തത്തിൻ്റെ വക്കിലാണ്. ഏകദേശം 100 വർഷം പിന്നിട്ടിട്ടും ആഴം കാണാൻ കഴിയാത്തത്ര ഇരുട്ടാണ് താഴെ. എന്താണ് അവിടെ സംഭവിച്ചത്? ആ ചോദ്യം ഒരു പ്രേതത്തെപ്പോലെ ഇന്നും ഗവേഷകരെ പിന്തുടരുന്നു. ഫോസറ്റിൻ്റെ കഥയിൽ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന അധ്യായം അദ്ദേഹത്തിൻ്റെ മരണമല്ല, മറിച്ച് അദ്ദേഹം ബാക്കിവെച്ചുപോയ തെളിവുകളും അത് ലോകത്തോട് വിളിച്ചു പറയുന്ന വൈരുദ്ധ്യങ്ങളുമാണ്. കാട് വിഴുങ്ങിയത് അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമല്ല, സത്യത്തെ കൂടിയാണ്. നമുക്ക് 1951 തിരിച്ചു പോകാം. ഫോസറ്റ് അപ്രത്യക്ഷമായി 26 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു സംഭവം. ലോകം അപ്പോഴും അദ്ദേഹത്തെ മറന്നിരുന്നില്ല. ബ്രസീലിയൻ ആക്ടിവിസ്റ്റായ ഒർലാൻഡോ വിലാസ് ബോസിന്റെ കലാപലോ ഗോത്രവർഗ്ഗക്കാരുമായി നടത്തിയ ആശയവിനിമയം ഒരു വഴിത്തിരിവായി. വർഷങ്ങളോളം നീണ്ട സൗഹൃദത്തിനൊടുവിൽ കലാപലോ ഗോത്രത്തിലെ മൂപ്പൻ ഒരു കുറ്റസമ്മതം നടത്തി. ഞങ്ങൾ ആ വെള്ളക്കാരനെ കൊന്നു. ആ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചു. മൂപ്പൻ വിവരിച്ച കാര്യങ്ങൾ അതീവ കൃത്യതയുള്ളതായിരുന്നു. ഫോസറ്റ് തങ്ങളുടെ ഗ്രാമത്തിൽ വന്നതും സമ്മാനങ്ങൾ നൽകാത്തതിനെ ചൊല്ലി തർക്കമുണ്ടായതും ഒടുവിൽ നദിക്കരയിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലപ്പെട്ടതും മൂപ്പൻ വിവരിച്ചു. തെളിവായി അവർ ഒരു അസ്ഥികൂടം കുഴിച്ചെടുത്ത് നൽകി. മണ്ണിൽ നിന്ന് പുറത്തെടുത്ത ആ അല്ലുകൾക്കൊരു കഥ പറയാനുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു പാശ്ചാത്യൻ്റെ അസ്ഥികൂടം പോലെ തോന്നിയിരുന്നു. ഉയരം, ഘടന എല്ലാം ഫോസറ്റുമായി സാമ്യമുള്ളത്. ബ്രസീൽ സർക്കാർ അത് ഔദ്യോഗികമായി അംഗീകരിച്ചു. ഫോസറ്റ് കണ്ടെത്തി എന്ന വാർത്ത ലോകമെമ്പാടും പരന്നു. എന്നാൽ ആമസോണിലെ കാര്യങ്ങൾ അത്ര ലളിതമല്ല. ആ അസ്ഥികൂടം ലണ്ടനിലെ റോയൽ ആന്ത്രോപോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ഫോസറ്റിൻ്റെ മകൻ ഹാരി, ജാക്കിൻ്റെ സഹോദരൻ, അതിനെ പരിശോധിച്ചു. പല്ലുകളുടെ ഘടനയും ഫോസറ്റിന് പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ പറ്റിയ ഒരു പരിക്കിൻ്റെ പാടും ആ അസ്ഥികൂടത്തിൽ ഇല്ലെന്ന് തെളിഞ്ഞു. ശാസ്ത്രീയ പരിശോധനയിൽ അതുറപ്പിച്ചു. ആ അസ്ഥികൾ ഫോസറ്റിൻ്റേതല്ല. അതൊരു വമ്പൻ നുണയായിരുന്നു. ആരെങ്കിലും മെനഞ്ഞെടുത്ത നാടകം. എന്തിനാണ് കലാപലോ ഗോത്രക്കാർ അങ്ങനെയൊരു കള്ളം പറഞ്ഞത്?
അവിടെയാണ് ഈ ദുരൂഹതയുടെ മറ്റൊരു ഭയാനകമായ മുഖം തെളിയുന്നത്. 1925 മുതൽ 1950 വരെ ഫോസറ്റിനെ തേടി നൂറുകണക്കിന് വെള്ളക്കാർ ആമസോണിലേക്ക് ഒഴുകുകയായിരുന്നു. ഫോസറ്റ് പട്രോൾസ് എന്നറിയപ്പെട്ട ഈ സംഘങ്ങൾ ഗോത്രവർഗക്കാരുടെ സമാധാനം നശിപ്പിച്ചു. അവർക്ക് അസുഖങ്ങൾ കൊണ്ടുവന്നു, അവരുടെ ജീവിതം ദുസ്സഹമാക്കി. ഈ ശല്യം അവസാനിപ്പിക്കാൻ ഗോത്രവർഗക്കാർ കണ്ടെത്തിയ ഒരു ഉപായമായിരുന്നോ ആ വ്യാജ അസ്ഥികൂടം? ഇതാ അവൻ മരിച്ചു, അവൻ്റെ എല്ലുകളിതാ, ഇനി ആരും ഇങ്ങോട്ട് വരരുത് എന്നു പറയാൻ അവർ നടത്തിയ ഒരു നാടകം? അതോ അവർ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു? ഫോസറ്റ് മരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കാടിൻ്റെ ഉള്ളിലെവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹത്തെ പുറംലോകം കണ്ടെത്താതിരിക്കാൻ ഗോത്രക്കാർ നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു അത്. സത്യം ആ അസ്ഥികളോടൊപ്പം മണ്ണടിഞ്ഞു. പക്ഷേ 1979 ഈ കഥയിലെ ഏറ്റവും വിചിത്രമായ തെളിവ് പുറത്തുവന്നു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കുയാബ എന്ന നഗരത്തിലെ ഒരു പണയക്കടയിൽ. അവിടെ പൊടിപിടിച്ച ഒരു ഷെൽഫിൽ ഒരു സ്വർണ്ണമോതിരം ഇരിപ്പുണ്ടായിരുന്നു. അതിൽ കുത്തിവച്ച കുടുംബമുദ്രയും ലാറ്റിൻ വാചകവും ആർക്കും തെറ്റാൻ കഴിയില്ല. വിക്ടറി ടു ഹിം ഹൂ സഫേഴ്സ്, കഷ്ടപ്പെടുന്നവന് വിജയം. ഇത് ഫോസറ്റിൻ്റെ മോതിരമാണ്. അദ്ദേഹം ഒരിക്കലും വിരലിൽ നിന്ന് അഴിച്ചു മാറ്റാത്ത മോതിരം. ആ മോതിരം അവിടെ എങ്ങനെയെത്തി? ആമസോണിലെ കൊടുങ്കാടിനുള്ളിൽ 1925 അപ്രത്യക്ഷനായ ഒരു മനുഷ്യന്റെ മോതിരം 54 വർഷങ്ങൾക്ക് ശേഷം ഒരു നഗരത്തിലെ കടയിൽ പ്രത്യക്ഷപ്പെടുക എന്നത് ഇതിനു പിന്നിലെ സാധ്യതകൾ ചിന്തിക്കുമ്പോൾ രോമമെഴുന്നേൽക്കും. ഒന്നുകിൽ ഫോസറ്റിനെ കൊന്ന ശേഷം ആദിവാസികൾ അത് കൈക്കലാക്കി, പിന്നീട് കൈമറിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അത് നഗരത്തിലെത്തി. അല്ലെങ്കിൽ ഫോസറ്റ് ആ കാട്ടിൽ നിന്ന് പുറത്തു വന്നിരുന്നുവോ? ഓർമ്മകൾ നഷ്ടപ്പെട്ട ഭ്രാന്തനായ ഒരു വൃദ്ധനായി അദ്ദേഹം ആ നഗരത്തിൻ്റെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ടാകുമോ? വിശപ്പടക്കാൻ തൻ്റെ അവസാനത്തെ സമ്പാദ്യമായ ആ മോതിരം വിറ്റിട്ടുണ്ടാകുമോ? ആ കടയുടമയ്ക്ക് ആ മോതിരം വിറ്റയാളെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വഴിയും അടഞ്ഞു. ആ മോതിരം മാത്രം ഒരു മൂകസാക്ഷിയായി അവശേഷിച്ചു. കഷ്ടപ്പെടുന്നവന് വിജയം എന്ന വാചകം ഒരു ശാപം പോലെ അതിൽ തിളങ്ങി നിന്നു. ഇനി നമുക്ക് ആധുനിക ശാസ്ത്രത്തിലേക്ക് വരാം. ഫോസറ്റ് തൻ്റെ ജീവൻ പണയം വെച്ച് തെളിയിക്കാൻ ശ്രമിച്ച കാര്യം, സെഡ് എന്ന നഗരം. പതിറ്റാണ്ടുകളോളം ശാസ്ത്രലോകം ഫോസറ്റിനെ പരിഹസിച്ചു. ആമസോണിലെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമല്ലെന്നും അവിടെ വലിയ ജനസംഖ്യയെ നിലനിർത്താൻ കഴിയില്ലെന്നും അവർ വാദിച്ചു. ആമസോൺ ഒരു വ്യാജ പറുദീസയാണെന്ന് അവർ വിളിച്ചു. എന്നാൽ 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആധുനിക സാങ്കേതികവിദ്യ ആ ധാരണകളെ തകർത്തെറിഞ്ഞു. ഉപഗ്രഹ ചിത്രങ്ങളും ലിഡാർ സ്കാനിങ്ങും ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ ആമസോണിൻ്റെ പച്ചപ്പുതപ്പിനു താഴെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തെളിഞ്ഞു. ഫോസറ്റ് അപ്രത്യക്ഷനായ അതേ ഷിംഗു നദീതടത്തിൽ വലിയ കിടങ്ങുകളും മണ്ണിൽ തീർത്ത കോട്ടകളും കൃത്യമായ അളവിലുള്ള റോഡുകളും കണ്ടെത്തി. മൈക്കിൾ ഹെക്കൻബർഗർ എന്ന ആന്ത്രോപോളജിസ്റ്റ് കണ്ടെത്തിയത് കുഹിക്കുഗു എന്ന രാജകൊട്ടാര സമുച്ചയമാണ്. ഏകദേശം 50,000-ഓളം ആളുകൾ വസിച്ചിരുന്ന പല ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഒരു മഹാസംസ്കാരം. അവർക്ക് കൃഷിയുണ്ടായിരുന്നു, അവർക്ക് മത്സ്യബന്ധനത്തിനുള്ള അണക്കെട്ടുകളുണ്ടായിരുന്നു, അവർക്ക് ജ്യോതിശാസ്ത്രം അറിയാമായിരുന്നു. ഫോസറ്റ് പറഞ്ഞത് 100% ശരിയായിരുന്നു. അവിടെ ഒരു നഗരമുണ്ടായിരുന്നു. പക്ഷേ ആ വലിയ സത്യത്തിനുള്ളിൽ ഒരു വലിയ ദുരന്തം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഫോസറ്റ് തേടിയത് കല്ലും മാർബിളും കൊണ്ടുള്ള കെട്ടിടങ്ങളായിരുന്നു. എന്നാൽ ആമസോണിലെ നഗരങ്ങൾ നിർമ്മിച്ചത് മണ്ണും തടിയും കൊണ്ടാണ്. കാലം അവയെ മണ്ണോട് മണ്ണാക്കി മാറ്റി. ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഫോസറ്റ് ആ കാടുകളിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം നടന്നിരുന്നത് ഈ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയാണ്. അദ്ദേഹം ചവിട്ടി നടന്ന മണ്ണിൽ പുരാതനമായ മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ചാരി നിന്ന മരങ്ങൾ വളർന്നിരുന്നത് പഴയ വീടുകളുടെ അടിത്തറയിലായിരുന്നു. അദ്ദേഹം തേടിയ സെഡ് അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാശ്ചാത്യ കണ്ണുകൾക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തേടിയത് യൂറോപ്യൻ മാതൃകയിലുള്ള നഗരങ്ങളായിരുന്നു. ആമസോൺ നൽകിയത് പ്രകൃതിയോട് ഇണങ്ങി നിന്ന നഗരങ്ങളായിരുന്നു. ഫോസറ്റ് ആമസോണിലെത്തുമ്പോഴേക്കും ആ നഗരങ്ങൾ ശൂന്യമായി കഴിഞ്ഞിരുന്നു. യൂറോപ്പിൽ നിന്ന് വന്ന രോഗങ്ങൾ, വസൂരി, ഇൻഫ്ലുവൻസ, ആമസോണിലെ കാറ്റിലൂടെ പടർന്ന് പുറംലോകത്തെ മനുഷ്യരെ കാണുന്നതിനു മുൻപേ ആ നാഗരികതയെ തുടച്ചു നീക്കിയിരുന്നു. അതായത്
ഫോസറ്റ് സഞ്ചരിച്ചത് ഒരു ശവപ്പരമ്പിലൂടെയാണ്, മരിച്ചുകഴിഞ്ഞ ഒരു സാമ്രാജ്യത്തിൻ്റെ പ്രേതങ്ങൾക്കിടയിലൂടെ. ആ കാടിൻ്റെ ഭയാനകമായ നിശബ്ദത പ്രകൃതിയുടെ നിശബ്ദതയായിരുന്നില്ല, അത് ഒരു വംശഹത്യയുടെ നിശബ്ദതയായിരുന്നു. ഈ തിരിച്ചറിവ് ഫോസറ്റിൻ്റെ തിരോധാനത്തിന് പുതിയൊരു മാനം നൽകുന്നു. അദ്ദേഹം വെറുതെ വഴിതെറ്റിപ്പോയതല്ല, അദ്ദേഹം ചരിത്രത്തിൻ്റെ ഒരു വലിയ വിടവിലേക്ക് വീണുപോയതാണ്. ഇനി ആ അവസാന ദിവസങ്ങളിലെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആമസോൺ കാടുകൾക്ക് മനുഷ്യൻ്റെ മനസ്സിനെ തകർക്കാൻ പ്രത്യേക കഴിവുണ്ട്. ഗ്രീൻ ഹെൽ അഥവാ പച്ച നരകം എന്നതിനെ വിളിക്കുന്നത് വെറുതെയല്ല. ഒരേ തരം കാഴ്ചകൾ, ഒരേ തരം ശബ്ദങ്ങൾ, ദിശ തിരിച്ചറിയാൻ കഴിയാത്ത വലയം. റാലി റിമ്മലിൻ്റെ കാലിലെ മുറിവ് പഴുത്ത് വ്രണമായി മാറിയപ്പോൾ ആ വേദന അയാളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാകാം. ജാക്ക് തൻ്റെ പിതാവിൻ്റെ സ്വപ്നത്തിനു വേണ്ടി ബലിയാടാക്കപ്പെട്ട മകൻ അവസാനം പിതാവിനെ വെറുത്തിട്ടുണ്ടാകുമോ? അച്ഛാ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം ആ കാടുകളിൽ എത്ര തവണ മുഴങ്ങിയിട്ടുണ്ടാകാം. ഫോസറ്റിൻ്റെ ഡയറിയിലെ അവസാന വരികൾ ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നുവെങ്കിലും അത് ഒരു മുഖമൂടിയായിരുന്നിരിക്കാം. ഉള്ളിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ പരാജയപ്പെടുകയാണെന്ന്. പക്ഷേ തിരിച്ചു പോകുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. പരാജയപ്പെട്ട പര്യവേക്ഷകനായി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുന്നതിനേക്കാൾ നല്ലത് ആമസോണിൽ മരിക്കുന്നതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ ലോഹപ്പെട്ടി ഉപേക്ഷിച്ചത് എന്നൊരു വാദമുണ്ട്. തൻ്റെ ഭാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരണത്തിലേക്ക് അദ്ദേഹം ലഘുവായി നടന്നുപോയി. ആമസോണിലെ പ്രാണികൾ, അവയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. വിയർപ്പിൽ പൊതിയുന്ന ഈച്ചകൾ, തൊലിക്കടിയിൽ മുട്ടയിടുന്ന വിരകൾ, ഓരോ നിമിഷവും ശരീരത്തിൽ ചൊറിച്ചിലും നീറ്റലും അനുഭവപ്പെട്ടിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാത്ത ശബ്ദങ്ങൾ. ദിവസങ്ങൾ ആഴ്ചകളായപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞിട്ടുണ്ടാകാം. അവരുടെ തൊലിപ്പുറത്ത് അണുബാധകൾ ഉണ്ടായിട്ടുണ്ടാകാം. വിശപ്പ് അവരെ മൃഗങ്ങളെപ്പോലെ ആക്കി മാറ്റിയിട്ടുണ്ടാകാം. ആ അവസ്ഥയിൽ ആദിവാസികളെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? നയതന്ത്രജ്ഞത നഷ്ടപ്പെട്ട, പേടിച്ചരണ്ട, വിശന്നു വലഞ്ഞ 3 മനുഷ്യർ. അവരുടെ ഭയം ആദിവാസികൾക്ക് ഭീഷണിയായി തോന്നിയിട്ടുണ്ടാകാം. ആമസോണിൽ ഭയം മണത്താൽ മരണം പിന്നാലെ വരും. മറ്റൊരു സാധ്യത മാഡ്നസ് ഓഫ് ദ ജംഗിളാണ്. കൂടെയുള്ളവർ മരിച്ചതിനു ശേഷം ഫോസറ്റ് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നുവോ? ചില ആദിവാസി കഥകളിൽ കാട്ടിൽ അലഞ്ഞുതിരിയുന്ന, ആകാശത്തേക്ക് നോക്കി സംസാരിക്കുന്ന ഒരു വെള്ളക്കാരനെക്കുറിച്ച് പരാമർശമുണ്ട്. അദ്ദേഹം മരങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം കല്ലുകളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത് ഫോസറ്റായിരുന്നു. അദ്ദേഹം തൻ്റെ കണ്ടെത്തിയോ? ഭൗതികമല്ല, മാനസികമായി. നാഗരികതയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനായി കാടിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അദ്ദേഹം അലിഞ്ഞു ചേർന്നു. ഈ കഥയിലെ വില്ലനാരാണ്? ആമസോണോ, ആദിവാസികളോ, അതോ ഫോസറ്റിൻ്റെ തന്നെ അഹങ്കാരമോ? ഉത്തരം സങ്കീർണമാണ്. ഫോസറ്റ് ഒരു ഇരയായിരുന്നു, സ്വന്തം സ്വപ്നങ്ങളുടെ ഇര. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ആമസോണിലെ ചില ഭാഗങ്ങൾ മനുഷ്യന് അപ്രാപ്യമാണ്. ബ്രസീൽ പെരു അതിർത്തിയിലെ ജവാരി വാലി പോലുള്ള സ്ഥലങ്ങളിൽ ഇന്നും പുറംലോകവുമായി ബന്ധമില്ലാത്ത ഗോത്രങ്ങൾ ജീവിക്കുന്നു. അവരുടെ തലയ്ക്ക് മുകളിലൂടെ വിമാനം പറക്കുമ്പോൾ അവർ കുന്തങ്ങളെറിയുന്നത് ക്യാമറകൾ പകർത്തിയിട്ടുണ്ട്. അവരെന്തിനെയാണ് ഭയപ്പെടുന്നത്? അവർക്ക് ചരിത്രമറിയാം. വെള്ളക്കാർ വന്നാൽ കൂടെ വരുന്നത് മരണമാണ്. ഫോസറ്റ് ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ തിരോധാനം ആ ഗോത്രവർഗക്കാർക്ക് ഒരു വിജയമാണ്, കാടിൻ്റെ വിജയം. അദ്ദേഹത്തെ തേടിപ്പോയവരെല്ലാം പരാജയപ്പെട്ടത് ആമസോൺ അതിൻ്റെ രഹസ്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ തെളിവാണ്. ഇനി നമുക്ക് ആ അവസാന നിമിഷം ഒന്ന് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കാം. ഭാവനയല്ല, യുക്തിസഹമായൊരു ചിത്രം. മെയ് മാസത്തിലെ അവസാന സായാഹ്നം. കാടിരുളുന്നു. മരങ്ങളുടെ നിഴലുകൾക്ക് നീളം കൂടുന്നു. ഫോസറ്റ്, ജാക്ക്, റാലി 3 പേരും അവശരാണ്. അവർക്ക് ചുറ്റും മരങ്ങൾക്ക് പിന്നിൽ കണ്ണുകൾ തിളങ്ങുന്നു. ഇലകൾ അനങ്ങുന്ന ശബ്ദം. പക്ഷികൾ നിശബ്ദമാകുന്നു. ഫോസറ്റ് തൻ്റെ കോമ്പസിലേക്ക് നോക്കുന്നു. സൂചി വടക്കോട്ട് ചൂണ്ടുന്നു. പക്ഷേ അദ്ദേഹത്തിന് പോകേണ്ടത് വടക്കോട്ടല്ല. അദ്ദേഹത്തിന് പോകേണ്ടത് ചരിത്രത്തിലേക്കാണ്. പെട്ടെന്നൊരു വിസിൽ ശബ്ദം. പിന്നാലെ കാടിനെ വിറപ്പിക്കുന്ന ഒച്ചകൾ. അതൊരാക്രമണമായിരുന്നോ? അതോ അതൊരു സ്വീകരണമായിരുന്നോ? മരണം ചിലപ്പോൾ സമാധാനമാണ്, വേദനകൾക്കുള്ള അവസാനം. ആമസോണിലെ നദികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ നദികൾക്ക് അടിത്തട്ടിൽ ചേറിൽ പൂണ്ടുകിടക്കുന്ന ഒരു തോക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പസ്. അവ ഒരിക്കലും കണ്ടെത്തപ്പെടില്ല, കാരണം കാടവയെ സ്വന്തമാക്കി കഴിഞ്ഞു. ഫോസറ്റിൻ്റെ ശരീരം കാടിൻ്റെ വളമായി മാറി. അദ്ദേഹത്തിൻ്റെ രക്തം ആമസോണിലെ ജലത്തിൽ കലർന്നു. ഇപ്പോൾ ഫോസറ്റ് ആമസോണാണ്, ആമസോൺ ഫോസറ്റുമാണ്. നാം എന്തിനാണ് ഈ കഥ വീണ്ടും വീണ്ടും പറയുന്നത്? കാരണം നമ്മൾ സുരക്ഷിതമായ വീടുകളിൽ
എയർ കണ്ടീഷണറുകളുടെ തണുപ്പിലിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വന്യതയുണ്ട്. അപരിചിതമായതിനെ തേടിപ്പോകാനുള്ള ഒരു ത്വര. ഫോസറ്റ് ആ ത്വരയുടെ പ്രതീകമാണ്. അദ്ദേഹം നമുക്കുവേണ്ടി നടന്നു, നമുക്കുവേണ്ടി അപ്രത്യക്ഷനായി. അദ്ദേഹത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ ഭൂമി മനുഷ്യൻ്റേതല്ല. നമ്മളിവിടെ വെറും വാടകക്കാരാണ്. നമ്മൾ എത്ര വലിയ മാപ്പുകൾ വരച്ചാലും, എത്ര വലിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചാലും, പ്രകൃതി എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കും. ചില രഹസ്യങ്ങൾ അവ രഹസ്യങ്ങളായി തന്നെ ഇരിക്കണം. ആമസോണിലെ കാറ്റ് മരച്ചില്ലകളെ ഉലയ്ക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം, അതൊരു പാട്ടാണോ അതോ ഒരു മുന്നറിയിപ്പാണോ? വരരുത്, ഇങ്ങോട്ട് വരരുത്. അത് ഫോസറ്റിൻ്റെ ശബ്ദമാണ്. 100 വർഷങ്ങൾക്കു ശേഷവും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു, നിശബ്ദതയിലൂടെ. ഈ കഥ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ ഈ നിഗൂഢതയുടെ ഏറ്റവും വിചിത്രമായ, ഏറ്റവും ഭയപ്പെടുത്തുന്ന ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കും. അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. അവിടെ വിശ്വാസങ്ങൾക്കും തെളിവുകൾക്കും അപ്പുറം ആത്മാവിനെ മരവിപ്പിക്കുന്ന ചില സത്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഭൂപടങ്ങൾ നമ്മളോട് കള്ളം പറയാറുണ്ട്. ഭൂപടത്തിൽ പച്ചനിറത്തിൽ അടയാളപ്പെടുത്തിയ ഒരിടം കാണുമ്പോൾ നമ്മുടെ മനസ്സ് സമാധാനവും കുളിർമയുമാണ് സങ്കൽപ്പിക്കുന്നത്. എന്നാൽ ആമസോണിലെ പച്ചനിറം സമാധാനത്തിൻ്റേതല്ല, അത് യുദ്ധത്തിൻ്റെ നിറമാണ്. പ്രാണികളും സസ്യങ്ങളും മൃഗങ്ങളും ഒരേ സമയം പരസ്പരം പോരടിക്കുന്ന അതിജീവനത്തിൻ്റെ നിശബ്ദ യുദ്ധഭൂമി. ആ യുദ്ധഭൂമിയിലേക്കാണ് തോക്കുകളും ക്യാമറകളുമായി വെള്ളക്കാർ കടന്നു ചെന്നത്. അവർ കരുതി തങ്ങളുടെ ആധുനിക ആയുധങ്ങൾ കൊണ്ട് കാടിനെ മെരുക്കാമെന്ന്. എന്നാൽ കാടിന് ആയുധങ്ങളുടെ ആവശ്യമില്ല. അതിന് സമയമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിനെ സാവധാനം കാർന്നു തിന്നുന്ന സമയം. ഫോസറ്റിൻ്റെ തിരോധാനം കേവലം ഒരു ശാരീരികമായ അപ്രത്യക്ഷമാകലല്ല, അത് മനഃശാസ്ത്രപരമായൊരു പഠനവിഷയവും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ തൻ്റെ 57-ാം വയസ്സിൽ സുരക്ഷിതമായ ജീവിതം ഉപേക്ഷിച്ച് മടങ്ങിവരവ് ഉറപ്പില്ലാത്ത ഒരിടത്തേക്ക് പോകുന്നത്? ഇതിനുത്തരം ലഭിക്കണമെങ്കിൽ നാം ഫോസറ്റിൻ്റെ ബാഗിനുള്ളിലെ സാധനങ്ങളെക്കുറിച്ചല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലെ ചിന്തകളെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെയാണ് ഈ കഥയുടെ ഏറ്റവും നിഗൂഢമായ, അധികമാരും ചർച്ച ചെയ്യാത്ത ഒരധ്യായം തുറക്കുന്നത്. പേഴ്സി ഫോസറ്റ് വെറുമൊരു പട്ടാളക്കാരനോ പര്യവേഷകനോ മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു മിസ്റ്റിക് അഥവാ അതീന്ദ്രിയ കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിൽ പ്രചരിച്ച തിയോസഫി എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ അനുയായിയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം അവസാനിക്കുന്നിടത്ത് വിശ്വാസം തുടങ്ങുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഫോസറ്റിനെ സംബന്ധിച്ചിടത്തോളം ആമസോൺ ഒരു ഭൂഗർഭശാസ്ത്രപരമായ സ്ഥലം മാത്രമായിരുന്നില്ല, അതൊരു ആത്മീയ കവാടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈവശം എപ്പോഴും ഒരു വിചിത്രമായ വസ്തു ഉണ്ടായിരുന്നു. 10 ഇഞ്ചോളം വലിപ്പമുള്ള കറുത്ത നിറത്തിലെ ബസാൾട്ട് കല്ലിൽ തീർത്ത ഒരു പ്രതിമ. ആ പ്രതിമ അദ്ദേഹത്തിന് ലഭിച്ചത് പ്രശസ്ത നോവലിസ്റ്റ് എച്ച്. റൈഡർ ഹഗ്ഗാർഡിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ആ പ്രതിമയുടെ ഉറവിടം ആർക്കും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഫോസറ്റ് വിശ്വസിച്ചിരുന്നത് അത് ഇതിഹാസങ്ങളിൽ പറയുന്ന അറ്റ്ലാന്റിസ് എന്ന മുങ്ങിപ്പോയ വൻകരയിൽ നിന്നുള്ളതാണെന്നാണ്. ആ പ്രതിമയിൽ ചില പ്രത്യേകതരം ഊർജ്ജമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിൽ കൈവയ്ക്കുമ്പോൾ തനിക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നതുപോലെ തോന്നുന്നുവെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിമയിലെ ലിപി വായിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. ആമസോണിലെ സെഡ് എന്ന നഗരത്തെ അദ്ദേഹം കണ്ടത് കേവലം കല്ലും മണ്ണും കൊണ്ടുള്ളൊരു നഗരമായിട്ടല്ല, അറ്റ്ലാന്റിസിലെ അവശേഷിച്ച മനുഷ്യർ കുടിയേറിപ്പാർത്ത ഉയർന്ന അറിവുകളുള്ള വെള്ളഗോതങ്ങളുടെ നാടായാണ് അദ്ദേഹം അതിനെ കണ്ടത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ ധൈര്യത്തിൻ്റെ ഉറവിടം വ്യക്തമാകുന്നത്. അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. കാരണം ഈ യാത്ര ഒരു പര്യവേക്ഷണമല്ല, ഒരു തീർത്ഥാടനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. താൻ മരിച്ചാലും തൻ്റെ ആത്മാവ് ആ ഉയർന്ന തലത്തിലെത്തുമെന്ന് അദ്ദേഹം കരുതി. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം വിധിയായിരുന്നെങ്കിൽ നമുക്കിതിനെ ഒരു ഭ്രാന്തൻ്റെ സ്വപ്നമായി തള്ളിക്കളയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴച്ചത് സ്വന്തം മകനെ കൂടിയാണ്, 21 വയസ്സുള്ള ജാക്ക് ഫോസറ്റ്. ജാക്കിൻ്റെ ജനനം മുതൽക്കേ ഫോസറ്റ് അവനെ കണ്ടത് ഒരു സാധാരണ കുട്ടിയായിട്ടല്ല, ബുദ്ധനെ പോലെ അല്ലെങ്കിൽ യേശുവിനെ പോലെ വരാനിരിക്കുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ പ്രവാചകനായിട്ടാണ് അദ്ദേഹം മകനെ വളർത്തിയത്. മദ്യവും മാംസവും തൊടാതെ തികഞ്ഞ അച്ചടക്കത്തോടെയാണ് ജാക്ക് വളർന്നത്. സെഡ് എന്ന നഗരത്തിലേക്ക് കടക്കാൻ യോഗ്യനായ ഏക വ്യക്തി ജാക്കാണെന്ന് ഫോസറ്റ് വിശ്വസിച്ചു. ആലോചിച്ചു നോക്കൂ, ആമസോണിലെ കൊടും കാടിനുള്ളിൽ വെച്ച് വിശപ്പും ദാഹവും കൊണ്ട് വലയുമ്പോൾ ആ മകൻ പിതാവിനെ എങ്ങനെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക? തൻ്റെ പിതാവ്
ഒരു ദൈവമാണെന്ന് വിശ്വസിച്ച് കൂടെ വന്ന മകൻ. ഒടുവിൽ പിതാവ് വെറുമൊരു നിസ്സഹായനായ മനുഷ്യനാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ മാനസിക തകർച്ച, അത് മരണത്തേക്കാൾ ഭീകരമാണ്. കാടിന്റെ നിശബ്ദതയിൽ ജാക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? അതോ പിതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ തല താഴ്ത്തി ആ വിധി ഏറ്റുവാങ്ങിയോ? റാലി റിമ്മൽ എന്ന സുഹൃത്ത് തന്റെ കാലിലെ വ്രണം നൽകുന്ന വേദനയിലും ഈ അച്ഛന്റെയും മകന്റെയും വിചിത്രമായ വിശ്വാസങ്ങൾക്ക് നടുവിൽ പെട്ടുപോയതിന്റെ ഭീതി അനുഭവിച്ചിട്ടുണ്ടാകുമോ? നമുക്കിനി ആമസോണിലെ രാത്രികളിലേക്ക് ചെവി കൊടുക്കാം. അവിടെ രാത്രികൾക്ക് കറുപ്പ് നിറമല്ല, അതൊരു കട്ടിയുള്ള പുതപ്പ് പോലെയാണ്. ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ട്. ഫോസറ്റ് അപ്രത്യക്ഷനായി വർഷങ്ങൾക്ക് ശേഷം ആ മേഖലയിൽ സഞ്ചരിച്ച മറ്റു പര്യവേക്ഷകർ കേട്ട ചില കഥകളുണ്ട്. ഗോത്രവർഗക്കാർക്കിടയിൽ വെളുത്ത ആത്മാക്കളെക്കുറിച്ചുള്ള കഥകൾ. ചില ഗോത്രങ്ങൾ വിശ്വസിക്കുന്നത് ആമസോണിന്റെ ചില പ്രത്യേക മേഖലകളിൽ പ്രവേശിക്കുന്നവർ ഒരിക്കലും മരിക്കില്ല എന്നാണ്. അവർ എൻകാൻഡാഡോസ് അഥവാ മാസ്മരിക വലയത്തിൽപ്പെട്ടവരായി മാറുന്നു. അവർക്ക് രൂപം മാറാൻ കഴിയും. ചിലപ്പോൾ ഡോൾഫിനുകളായും ചിലപ്പോൾ ജാഗ്വാറുകളായും അവർ കാട്ടിലൂടെ സഞ്ചരിക്കും. ഫോസറ്റ് അത്തരത്തിലൊരു കഥയായി മാറിയോ? ബ്രസീലിലെ ചില മിസ്റ്റിക് ഗ്രൂപ്പുകൾ ഇന്നും വിശ്വസിക്കുന്നത് ഫോസറ്റ് മരിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം ആ സെഡ് എന്ന നഗരത്തിലെത്തി അവിടെയുള്ള രഹസ്യാറകളിൽ ഇപ്പോഴും ധ്യാനത്തിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഹോളോ എർത്ത് അഥവാ പൊള്ളയായ ഭൂമി എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ആമസോണിലെ ഗുഹകളിലൂടെ അദ്ദേഹം ഭൂമിയുടെ ഉള്ളിലുള്ള മറ്റൊരു ലോകത്തേക്ക് പോയി എന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ യുക്തിക്ക് നിരക്കാത്തതായി തോന്നാം. പക്ഷേ ഓർക്കുക, നമ്മൾ സംസാരിക്കുന്നത് ആമസോണിനെക്കുറിച്ചാണ്. അവിടെ യുക്തിക്ക് ഒരു സ്ഥാനവുമില്ല. അവിടെ ഒരു ചിലന്തി വലയ്ക്ക് ഒരു പക്ഷിയെ കൊടുക്കാൻ മാത്രം കരുത്തുണ്ട്. അവിടെ ഒരു ചെറിയ തവളയുടെ തൊലിപ്പുറത്തെ വിഷത്തിന് 10 മനുഷ്യരെ കൊല്ലാൻ കഴിയും. അങ്ങനെയുള്ള ഒരിടത്ത് അസാധ്യമായത് ഒന്നുമില്ല. എന്നാൽ നമുക്ക് യാഥാർത്ഥ്യത്തിന്റെ കഠിനമായ തലത്തിലേക്ക് തിരിച്ചുവരാം. ആത്മീയതയുടെയും മിസ്റ്റിസിസത്തിന്റെയും എല്ലാ പരിവേഷങ്ങളും മാറ്റിവെച്ചാൽ അവിടെ അവശേഷിക്കുന്നത് പച്ചയായ ക്രൂരമായ പ്രകൃതിയാണ്. ഇൻഡിയോസ് ബ്രാവോസ് എന്ന വന്യഗോത്രങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരുടെ ആയുധങ്ങൾ ലളിതമാണ്. ബോഡോക്ക് എന്നറിയപ്പെടുന്ന മരത്തിന്റെ ദണ്ടുകൾ, കല്ലിന്റെ അഗ്രമുള്ള കുന്തങ്ങൾ. എന്നാൽ അവരുടെ ഏറ്റവും വലിയ ആയുധം കാടാണ്. അവർക്ക് കാടിനെ അറിയാം, കാടിന് അവരെയും അറിയാം. ഫോസറ്റ് കടന്നു ചെന്നത് അവരുടെ അതിർത്തിയിലേക്കാണ്. ഒരു വിദേശി അനുവാദമില്ലാതെ തന്റെ വീട്ടിലേക്ക് കടന്നുവരുമ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്നതേ അവരും ചെയ്തുള്ളൂ: പ്രതിരോധം. ആ അവസാന നിമിഷങ്ങളിൽ ആകാശത്ത് നിന്ന് ഒരു വിമാനം പറന്നിരുന്നെങ്കിൽ താഴെ എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? പച്ചപ്പുകൾക്കിടയിൽ 3 ചെറിയ പൊട്ടുകൾ, അവർക്ക് ചുറ്റും ചലിക്കുന്ന 100 കണക്കിന് മറ്റു പൊട്ടുകൾ. പിന്നെ ആ 3 പൊട്ടുകൾ മാഞ്ഞുപോകുന്നു, പച്ചപ്പ് മാത്രം ബാക്കിയാകുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ശരീരം മണ്ണിൽ ലയിക്കുന്നു. എന്നാൽ ആമസോണിൽ മരണം കുറച്ചുകൂടി വേഗത്തിലാണ്. ഉയർന്ന താപനിലയും ഈർപ്പവും കാരണം ഒരു മൃതദേഹം അഴുകാൻ അധികം സമയം വേണ്ട. ഉറുമ്പുകൾ, വണ്ടുകൾ, ബാക്ടീരിയകൾ, കാടിന്റെ ശുദ്ധീകരണ തൊഴിലാളികൾ മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങളുടെ ജോലി തുടങ്ങും. ദിവസങ്ങൾക്കുള്ളിൽ അസ്ഥികൾ മാത്രം ബാക്കിയാകും. മാസങ്ങൾക്കുള്ളിൽ അസ്ഥികളും പൊടിഞ്ഞു മണ്ണാകും. സസ്യങ്ങൾ ആ വളം വലിച്ചെടുത്ത് കൂടുതൽ കരുത്തോടെ വളരും. അതായത് ഇന്ന് ആമസോണിലെ ഏതെങ്കിലും ഒരു വൻമരം നിൽക്കുന്നത് ഫോസറ്റിന്റെ മാറിൽ ചവിട്ടിയാകാം. ആ മരത്തിന്റെ ഇലകളിൽ അദ്ദേഹത്തിന്റെ ജീവന്റെ അംശമുണ്ടാകാം. ഇനി നമുക്ക് വർത്തമാനകാലത്തേക്ക് വരാം. ഫോസറ്റിന്റെ തിരോധാനം നടന്നിട്ട് 100 വർഷം തികയാൻ പോകുന്നു. ലോകം മാറി, ബ്രസീൽ മാറി, സാറ്റലൈറ്റുകൾ ആകാശത്ത് കറങ്ങുന്നു. പക്ഷേ ആമസോണിലെ ആ പ്രത്യേക പ്രദേശം, ഷിംഗു നദീതടം, ഇന്നും നിഗൂഢമാണ്. ഇന്നും അവിടെ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഗോത്രങ്ങളുണ്ട്. ആമസോണിന്റെ ആഴങ്ങളിൽ ദ മാൻ ഓഫ് ദി ഹോൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. തന്റെ ഗോത്രത്തിലെ അവസാനത്തെ കണ്ണി. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. വർഷങ്ങളോളം അയാൾ ഒറ്റയ്ക്ക് ആ കാട്ടിൽ ജീവിച്ചു, ആരുമായും സംസാരിക്കാതെ, ആരെയും അടുപ്പിക്കാതെ. കുറച്ചു കാലം മുൻപ് അയാളും മരിച്ചു. ഫോസറ്റ് നേരിട്ടത് ഇതേ ഏകാന്തതയല്ലേ? തന്റെ കൂട്ടുകാർ മരിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ അവശേഷിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. ഭാഷയില്ലാത്ത, ആശയവിനിമയമില്ലാത്ത ലോകം. ഫോസറ്റിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠമുണ്ട്: അഹങ്കാരത്തിന്റെ പതനം.
പാശ്ചാത്യ ലോകം കരുതിയത് തങ്ങളുടെ അറിവാണ് വലുത് എന്നാണ്. തങ്ങൾക്ക് എന്തും കണ്ടെത്താം, എന്തും കീഴടക്കാം എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ആമസോൺ അവരെ നോക്കി ചിരിച്ചു. നിങ്ങൾക്കെൻ്റെ ഉപരിതലം മാത്രമേ കാണാൻ കഴിയൂ, എൻ്റെ ആത്മാവിനെ തൊടാൻ കഴിയില്ല എന്ന് കാട് പറഞ്ഞു. ഫോസറ്റ് ആ ആത്മാവിനെ തൊടാൻ ശ്രമിച്ചു. അതിനുള്ള വിലയായി അദ്ദേഹം സ്വയം നൽകേണ്ടി വന്നു. ചിലപ്പോൾ രാത്രികളിൽ ആമസോണിലെ ക്യാമ്പ് ഫയറുകൾക്ക് ചുറ്റുമിരുന്ന് ഗൈഡുകൾ വിനോദസഞ്ചാരികളോട് ഒരു കാര്യം പറയാറുണ്ട്: കാടിന് ഓർമ്മശക്തിയുണ്ട്. നിങ്ങൾ കാട്ടിൽ ചെയ്യുന്ന ഒന്നും അത് മറക്കില്ല. നിങ്ങളൊരു മരം വെട്ടിയാൽ, ഒരു മൃഗത്തെ കൊന്നാൽ കാട് അത് കുറിച്ചുവെക്കും. തിരിച്ചടിക്കാനുള്ള അവസരത്തിനായി അത് കാത്തിരിക്കും. ഫോസറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കാടിനെ സ്നേഹിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വാർത്ഥമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത് പ്രശസ്തിയായിരുന്നു. ചരിത്രത്തിൽ തൻ്റെ പേര് എഴുതി ചേർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശവക്കുഴി തോണ്ടിയതും. പക്ഷെ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഫോസറ്റ് പരാജയപ്പെട്ടുവോ? 100 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. പുസ്തകങ്ങൾ, സിനിമകൾ, ഡോക്യുമെൻ്ററികൾ. അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹം ഒരു ഐതിഹ്യമായി മാറി. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ജയിച്ചു. കഷ്ടപ്പെടുന്നവന് വിജയം എന്ന അദ്ദേഹത്തിൻ്റെ മോതിരത്തിലെ വചനം സത്യമായി. കഷ്ടപ്പാടിലൂടെ അദ്ദേഹം മരണമില്ലാത്തവനായി മാറി. പക്ഷേ ആ വിജയത്തിന് അദ്ദേഹം നൽകിയ വില, ജാക്ക്. ഒരച്ഛനെന്ന നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. സ്വന്തം മകനെ മരണത്തിലേക്ക് നയിച്ച പിതാവെന്ന നിലയിൽ ചരിത്രം അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നുണ്ട്. ആ കുറ്റബോധം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം. ആമസോണിലെ കാട്ടിൽ ചിലപ്പോൾ ഒരു വിങ്ങൽ കേൾക്കാം. അത് മരങ്ങൾ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാകാം. പക്ഷേ ആ പ്രദേശത്തുള്ളവർ വിശ്വസിക്കുന്നത് അത് ബാൻഷി എന്ന പ്രേതത്തിൻ്റെ കരച്ചിലല്ല, മറിച്ച് വഴിതെറ്റിയ ആത്മാക്കളുടെ തേങ്ങലാണെന്നാണ്. വീട് നഷ്ടപ്പെട്ട, വഴി കണ്ടെത്താൻ കഴിയാത്ത ആത്മാക്കൾ. നമുക്കിനി ആ അവസാനത്തെ ചിത്രം ഒന്ന് മനസ്സിൽ കാണാം. കാടുകൾക്ക് നടുവിൽ സന്ധ്യ മയങ്ങുന്ന സമയം. ഫോസറ്റ് തനിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നു. അദ്ദേഹം തൻ്റെ ഡയറി തുറക്കുന്നു. പെൻസിൽ കൊണ്ട് എന്തോ കുറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കൈ വിറയ്ക്കുന്നുണ്ട്. ചുറ്റും ഇരുട്ട് പരക്കുന്നു. പെട്ടെന്ന് ഒരു നിശബ്ദത. ചീവീടുകൾ നിശബ്ദമാകുന്നു. കാറ്റ് നിലയ്ക്കുന്നു. ആ നിശബ്ദതയിൽ അദ്ദേഹം എന്താണ് കേട്ടിട്ടുണ്ടാവുക? തൻ്റെ പേര് ആരോ വിളിക്കുന്നത് പോലെ, പേഴ്സി, പേഴ്സി. അത് നിന ഫോസറ്റിൻ്റെ ശബ്ദമായിരുന്നോ, അതോ കാടിൻ്റെ ശബ്ദമായിരുന്നോ? അദ്ദേഹം മുഖമുയർത്തി നോക്കുന്നു. മുന്നിൽ അദ്ദേഹം തേടിയ സെഡ്. പക്ഷേ അതൊരു നഗരമായിരുന്നില്ല. അത് അനന്തമായ ശൂന്യതയായിരുന്നു. അദ്ദേഹം ആ ശൂന്യതയിലേക്ക് നടന്നു കയറി. പിന്നീട് ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. നമ്മൾ ഇന്നും തിരയുന്നത് ആ ശൂന്യതയിലാണ്. ഗൂഗിൾ എർത്തിൽ സൂം ചെയ്തു നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലെ വെളുത്ത മേൽക്കുരയോ ഒരു റോഡിൻ്റെ അടയാളമോ ആണ്. പക്ഷേ നമ്മൾ കാണുന്നത് പച്ചപ്പ് മാത്രമാണ്. ആ പച്ചപ്പിന് താഴെ ഫോസറ്റിൻ്റെ എല്ലുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് സത്യങ്ങളുണ്ട്. നാം ആരാണെന്ന സത്യം, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം മുറിഞ്ഞുപോയതിൻ്റെ സത്യം. ഫോസറ്റ് ആ ബന്ധം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചു. അതിന് അദ്ദേഹം നൽകിയ വില ജീവനായിരുന്നു. ഇന്നും ആമസോണിലേക്ക് പോകുന്നവർക്കൊരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ കാണുന്നതെല്ലാം സത്യമല്ല. നിങ്ങൾ കേൾക്കുന്നതെല്ലാം യാഥാർത്ഥ്യമല്ല. നിഴലുകൾ രൂപം മാറ്റും. ശബ്ദങ്ങൾ വഴിതെറ്റിക്കും. ആമസോൺ ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ അത് പ്രതിഫലിപ്പിക്കും. ഫോസറ്റിൻ്റെ ഉള്ളിലെ ഭയം എന്തായിരുന്നു? പരാജയം. അതുകൊണ്ട് കാട് അദ്ദേഹത്തിന് പരാജയം നൽകിയില്ല. പകരം അത് അദ്ദേഹത്തിന് നൽകിയത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചോദ്യചിഹ്നമാണ്, ഒരു പൂർണ്ണവിരാമമില്ലാത്ത വാചകം. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ആധുനിക സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഫോസറ്റിൻ്റെ സ്വപ്നങ്ങളെ ശരിവച്ചത് എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ അത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വൈകിപ്പോയി. ലിഡാർ സാങ്കേതികവിദ്യയിലൂടെ മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ ശാസ്ത്രജ്ഞർ കണ്ട കാഴ്ചകൾ, അത് ഫോസറ്റിൻ്റെ ആത്മാവിനെ ശാന്തമാക്കുന്നതായിരുന്നോ അതോ കൂടുതൽ അസ്വസ്ഥമാക്കുന്നതായിരുന്നോ? ആമസോണിലെ മണ്ണിനടിയിൽ കിടക്കുന്ന ജാമിതീയ രൂപങ്ങൾ, അത് ആകാശത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയൂ. പണ്ടത്തെ മനുഷ്യർ ആർക്കു വേണ്ടിയാണത് നിർമ്മിച്ചത്? ആകാശത്തുള്ള ദൈവങ്ങൾക്ക് വേണ്ടിയോ? ഫോസറ്റ് വിശ്വസിച്ചതുപോലെ അറ്റ്ലാന്റിസിലെ ദൈവങ്ങൾക്ക് വേണ്ടിയോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാടിൻ്റെ ഉള്ളിലുണ്ട്.
പക്ഷെ കാട് അത് രഹസ്യം സൂക്ഷിക്കുന്നു. ഒരുപക്ഷെ ആ രഹസ്യം സൂക്ഷിക്കാൻ കാട് നിയമിച്ച കാവൽക്കാരനായിരിക്കാം ഇപ്പോൾ ഫോസറ്റ്, അനന്തമായ കാവൽക്കാരൻ. നമുക്ക് കാത്തിരിക്കാം കാടിൻ്റെ മൗനം ഭേദിക്കുന്ന ആ വെളിപ്പെടുത്തലിനായി. പക്ഷെ ഓർക്കുക, ചില സത്യങ്ങൾ വെളിച്ചത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെളിച്ചം ചിലപ്പോൾ കണ്ണിനെ അന്ധനാക്കും. ഇരുട്ടാണ് സത്യനഷ്ടം. ആമസോണിലെ ഇരുട്ട്. നിശബ്ദത തുടരുന്നു. നാം ഇതുവരെ സഞ്ചരിച്ചത് തെളിവുകളിലൂടെയും മൊഴികളിലൂടെയുമാണ്. എന്നാൽ ആമസോണിന്റെ ഹൃദയമിടി പറയണമെങ്കിൽ നാം ശാസ്ത്രത്തെയും യുക്തിയെയും മാറ്റി നിർത്തി മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അവിടെ സത്യമെന്നത് കല്ലിൽ കുത്തിവെച്ച ഒന്നല്ല, അത് കാറ്റിൽ അലിഞ്ഞു ചേർന്നൊരു രഹസ്യമാണ്. ഫോസറ്റിന്റെ തിരോധാനത്തിന് ശേഷം ലോകം 2 ചേരികളായി തിരിഞ്ഞു. ഒന്ന്, അദ്ദേഹം പരാജയപ്പെട്ട് മരിച്ചുവെന്ന് വിശ്വസിക്കുന്നവർ. 2, അദ്ദേഹം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നവർ. എങ്ങനെയാണ് മരണം വിജയമാകുന്നത്? ഇവിടെയാണ് സെഡ് എന്ന സങ്കല്പം വെറുമൊരു നഗരത്തിനപ്പുറം ഒരു മാനസികാവസ്ഥയായി മാറുന്നത്. ഫോസറ്റ് തന്റെ അവസാന കത്തിൽ എഴുതിയിരുന്നു, ഏറ്റവും വലിയ നിധികളുള്ളത് പുറത്തല്ല, അകത്താണ്. ആമസോണിലെ ഏകാന്തതയിൽ അദ്ദേഹം കണ്ടെത്തിയത് സ്വർണമല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മീയമായ പരിണാമത്തിനുള്ള താക്കോലായിരുന്നെങ്കിലോ? ഈ ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത് അദ്ദേഹം കൂടെ കരുതിയിരുന്ന ആ വിചിത്രമായ കറുത്ത വിഗ്രഹമാണ്. 10 ഇഞ്ച് വലുപ്പമുള്ള കറുത്ത ബസാൾട്ട് കല്ലിൽ തീർത്ത ഒരു രൂപം. അതിൽ കൊത്തിവെച്ചിരുന്ന ലിപികൾ ഏത് ഭാഷയാണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഫോസറ്റ് വിശ്വസിച്ചിരുന്നത് അത് അറ്റ്ലാന്റിസ് എന്ന നഷ്ടപ്പെട്ട വൻകരയിലെ പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്നതാണെന്നാണ്. ആ വിഗ്രഹം വെറുമൊരു കല്ലായിരുന്നില്ല, അതൊരു ദിശാസൂചികയായിരുന്നു. സെഡ് എന്ന നഗരത്തിലേക്കെത്താൻ ആ വിഗ്രഹം തന്നെ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. കൊടുങ്കാടിന്റെ നടുവിൽ വിശപ്പും ദാഹവും കൊണ്ട് വലയുമ്പോഴും ആ കറുത്ത കല്ലിനെ നെഞ്ചോട് ചേർത്തുപിടിച്ചു നടക്കുന്നൊരു മനുഷ്യൻ. അത് ഭ്രാന്താണോ? അതോ നമുക്ക് കാണാൻ കഴിയാത്ത ഏതോ ഒരു സത്യത്തെ അദ്ദേഹം കണ്ടിരുന്നോ? ആമസോണിലെ ആദിവാസികൾക്ക് ഇത്തരം കല്ലുകളെക്കുറിച്ചറിവുണ്ട്. അവരതിനെ നക്ഷത്രങ്ങളിൽ നിന്ന് വീണ കല്ലുകൾ എന്ന് വിളിക്കുന്നു. ആ കല്ലുകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്നും അത് കൈവശം വയ്ക്കുന്നവർക്ക് കാടിന്റെ സംരക്ഷണം ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഫോസറ്റിന്റെ കാര്യത്തിൽ ആ കല്ല് അദ്ദേഹത്തെ രക്ഷിച്ചില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റൊരു രീതിയിൽ രക്ഷിച്ചു, ഈ ലോകത്തിൽ നിന്ന് മോചിപ്പിച്ചു. നമുക്ക് ഇനി ആധുനിക സാങ്കേതിക വിദ്യയുടെ കണ്ണിലൂടെ ആമസോണിനെ നോക്കാം. 21ാം നൂറ്റാണ്ടിലെ ലിഡാർ എന്ന സാങ്കേതിക വിദ്യ. വിമാനങ്ങളിൽ ഘടിപ്പിച്ച ലേസർ സ്കാനറുകൾ ഉപയോഗിച്ച് മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ താഴെയുള്ള മണ്ണിലേക്ക് വെളിച്ചം അയക്കുന്നു. ആ വെളിച്ചം തിരിച്ചുവരുമ്പോൾ മരങ്ങളെ ഒഴിവാക്കി തറയുടെ ത്രിമാന ചിത്രം ലഭിക്കുന്നു. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കണ്ട കാഴ്ചകൾ അവിശ്വസനീയമായിരുന്നു. ഫോസറ്റ് അപ്രത്യക്ഷമായ അതേ ഷിംഗു നദീതടത്തിൽ 100 കണക്കിന് കിലോമീറ്ററുകൾ പരന്നുകിടക്കുന്ന ഗ്രാമങ്ങളുടെ ശൃംഖല, കൃത്യമായ വൃത്തങ്ങളിലും ചതുരങ്ങളിലും തീർത്ത കിടങ്ങുകൾ, വടക്കുനോക്കി യന്ത്രം ഉപയോഗിച്ച് അളന്നതുപോലെ കൃത്യമായ ദിശയിൽ നിർമ്മിച്ച റോഡുകൾ. ഈ റോഡുകൾ എവിടേക്കാണ് പോകുന്നത്? അവ പോകുന്നത് ആകാശത്തേക്കല്ല, നദികളിലേക്കാണ്. ആമസോണിലെ പുരാതന ജനതയ്ക്ക് നദി വെറുമൊരു ജലസ്രോതസ്സായിരുന്നില്ല, അതൊരു രാജപാതയായിരുന്നു. ഫോസറ്റ് ഈ റോഡുകൾക്ക് മുകളിലൂടെയാണ് നടന്നുപോയത്. അദ്ദേഹത്തിന്റെ ബൂട്ട്സ് പതിഞ്ഞ മണ്ണിൽ പുരാതന മനുഷ്യരുടെ കാലടികളുണ്ടായിരുന്നു. പക്ഷെ കാടതിനെ പച്ചപ്പുകൊണ്ട് മൂടിയിരുന്നു. ഇവിടെ ഒരു വലിയ ദുരന്തമുണ്ട്. ഫോസറ്റ് തേടിയത് കല്ലുകൊണ്ടുള്ള നഗരമാണ്, മാച്ചുപിച്ചു പോലെ കല്ലിൽ തീർത്ത അത്ഭുതങ്ങൾ. എന്നാൽ ആമസോണിലെ നാഗരികത മണ്ണുകൊണ്ടുള്ളതായിരുന്നു. അവർ പ്രകൃതിയെ മുറിവേൽപ്പിച്ചില്ല, അവർ പ്രകൃതിയെ രൂപപ്പെടുത്തി. അതുകൊണ്ട് ഫോസറ്റ് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാശ്ചാത്യമായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മണ്ണിന്റെ ഭാഷ അറിയില്ലായിരുന്നു. അദ്ദേഹം നോക്കിയത് ഉയരങ്ങളിലേക്കാണ്, എന്നാൽ നോക്കേണ്ടിയിരുന്നത് താഴേക്കായിരുന്നു. ഇനി നമുക്ക് ആ അവസാന ദിവസങ്ങളിലെ ശാരീരികാവസ്ഥയെക്കുറിച്ച് ഒരു ഡോക്ടറുടെ കണ്ണിലൂടെ നോക്കാം. ആമസോണിലെ ഈർപ്പം 90%-ലധികമാണ്. ശരീരം വിയർക്കും, പക്ഷെ വിയർപ്പ് ഉണങ്ങില്ല. ഇത് ശരീരത്തിന്റെ താപനില വർദ്ധിപ്പിക്കുന്നു. ഹീറ്റ് സ്ട്രോക്ക് എന്ന അവസ്ഥയിലേക്കിത് നയിക്കും. തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകും. ഹാലുസിനേഷൻസ് അഥവാ വിഭ്രാന്തികൾ തുടങ്ങും. ജാക്ക് ഫോസറ്റിന്റെ കാര്യം ചിന്തിക്കുക. ചെറുപ്പം മുതൽ പിതാവ് അവനെ പഠിപ്പിച്ചത് അച്ചടക്കമായിരുന്നു. പക്ഷേ കാട്ടിൽ അച്ചടക്കത്തിന് സ്ഥാനമില്ല, അവിടെ അതിജീവനത്തിനാണ് സ്ഥാനം. ജാക്കിന്റെ കാലുകൾ നീര് വെച്ച് വീർത്തിട്ടുണ്ടാകും, പ്രാണികൾ കടിച്ച് ശരീരം മുഴുവൻ വ്രണമായിട്ടുണ്ടാകും. ആ സമയത്ത് പിതാവിനോടുള്ള ബഹുമാനം ഭയമായി മാറിയിട്ടുണ്ടാകും. അച്ഛാ, നമ്മൾ തിരിച്ചു പോകണം എന്നവൻ പറഞ്ഞിട്ടുണ്ടാകുമോ? അതിന് ഫോസറ്റിന്റെ മറുപടി എന്തായിരിക്കും? ഇല്ല ജാക്ക്, നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു.
ആ മരങ്ങൾക്കു പിന്നിൽ അവിടെയുണ്ട് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ മരങ്ങൾക്കു പിന്നിൽ മറ്റൊരു മരക്കൂട്ടം മാത്രമായിരുന്നു. റാലി റിമ്മൽ എന്ന മൂന്നാമൻ. അദ്ദേഹം ഒരു നിശബ്ദ സാക്ഷിയാണ്. ചരിത്രം അദ്ദേഹത്തെ പലപ്പോഴും മറന്നുപോകുന്നു. ജാക്കിന്റെ ഉറ്റ സുഹൃത്ത്. എന്തിനാണ് അദ്ദേഹം ഈ യാത്രയിൽ പങ്കുചേർന്നത്? സാഹസികമോ അതോ ജാക്കിനെ ഒറ്റയ്ക്ക് വിടാനുള്ള മടിയോ? അദ്ദേഹത്തിന്റെ അന്ത്യം ഏറ്റവും വേദനാജനകമായിരുന്നിരിക്കാം. നടക്കാൻ വയ്യാതെ കൂട്ടുകാരുടെ ചുമലിൽ തൂങ്ങി ഓരോ ചവിടും നരകതുല്യമായ വേദനയോടെ വയ്ക്കുന്ന അവസ്ഥ. അവർ മൂന്നുപേരും തമ്മിലുള്ള ബന്ധം അവസാനം എന്തായിരിക്കും? സ്നേഹമോ അതോ പരസ്പരം വെറുക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയോ? പട്ടിണി മനുഷ്യനെ മൃഗമാക്കും. അവസാനത്തെ കഷ്ണം ഭക്ഷണത്തിനു വേണ്ടി അവർ കലഹിച്ചിട്ടുണ്ടാകുമോ? നമുക്കറിയില്ല. പക്ഷേ ആമസോണിലെ ഏകാന്തതയിൽ മനുഷ്യന്റെ സംസ്കാരമെന്ന മുഖമൂടി അഴിഞ്ഞു വീഴും എന്നത് സത്യമാണ്. ഇനി ആദിവാസികളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാം. നമ്മൾ അവരെ കാടന്മാരെന്ന് വിളിച്ചു. പക്ഷെ അവരായിരുന്നു ആ മണ്ണിന്റെ അവകാശികൾ. അവരുടെ ഗ്രാമത്തിലേക്ക് അസുഖങ്ങളും മരണവും കൊണ്ടുവരുന്ന വെള്ളക്കാരെ അവർ ഭയപ്പെട്ടിരുന്നു. കലാബുലോ ഗോത്രക്കാർ പറഞ്ഞൊരു കഥയുണ്ട്. ആ വെള്ളക്കാരൻ നദിയിൽ തട്ടി നിൽക്കുമ്പോൾ അയാളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഇതൊരു കവിതാപരമായ പ്രയോഗമാണോ അതോ മരണത്തിന്റെ നിമിഷത്തെ അവർ വിവരിച്ചതാണോ? ആമസോണിലെ ഗോത്രവർഗക്കാർക്ക് മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. മരണമൊരവസാനമല്ല, അതൊരു മാറ്റമാണ്. മരിച്ചവർ കാടിന്റെ ഭാഗമാകുന്നു. അവർ മരങ്ങളായും പക്ഷികളായും നദികളായും പുനർജനിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഫോസറ്റ് മരിച്ചിട്ടില്ല. അദ്ദേഹം ആമസോണിലെ ഒരു മരമായി മാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഷിംഗു നദിയിലെ ഒരു ഓളമായി മാറിയിട്ടുണ്ടാകാം. 1990കളിൽ ഒരു കൂട്ടം ബ്രസീലിയൻ പര്യവേക്ഷകർ ആമസോണിലെ ഒരു ഗുഹയിൽ നിന്ന് ചില അടയാളങ്ങൾ കണ്ടെത്തി. ഗുഹയുടെ ചുവരുകളിൽ കരികൊണ്ട് വരച്ച ചിത്രങ്ങൾ. അതിലൊരു രൂപം തൊപ്പിവെച്ചൊരു മനുഷ്യൻ്റേതായിരുന്നു. ഇത് ഫോസറ്റ് വരച്ചതാണോ? തൻ്റെ അവസാന നാളുകളിൽ ആ ഗുഹയിൽ അഭയം പ്രാപിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം വരച്ച സന്ദേശമാണോ അത്? ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ്. ആ വരകൾ വരച്ച കൈകൾ വിറച്ചിട്ടുണ്ടാകാം, വെളിച്ചം കുറവായിരുന്നിരിക്കാം. പക്ഷെ ആ വരകളിൽ ഒരു മനുഷ്യന്റെ അവസാനത്തെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് ആ ഗുഹ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കാട് അതിനെയും മറച്ചുകളഞ്ഞു. ആമസോൺ അതിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കനാണ്. നമുക്ക് ഡെഡ് ഹോഴ്സ് ക്യാമ്പ് എന്ന പേരിനെക്കുറിച്ചൊന്നുകൂടി ചിന്തിക്കാം. ഫോസറ്റിൻ്റെ കുതിര ചത്ത സ്ഥലം. അവിടെ നിന്നാണ് അദ്ദേഹം തൻ്റെ അവസാനത്തെ കത്തുകൾ അയച്ചത്. ആ പേര് തന്നെ ഒരു ദുശകുനമായിരുന്നു. മരിച്ച കുതിരയുടെ ക്യാമ്പ്. അവിടെ വെച്ച് തന്നെ അവരുടെ വിധി തീരുമാനിക്കപ്പെട്ടിരുന്നു. ആ ക്യാമ്പിൽ നിന്നവർ മുന്നോട്ടു പോയപ്പോൾ അവർ കടന്നു ചെന്നത് ഗ്രീൻ ഹെൽ എന്ന പച്ച നരകത്തിലേക്കല്ല. അവർ കടന്നു ചെന്നത് സമയമില്ലാത്ത ഒരു ലോകത്തേക്കാണ്. അവിടെ പകലിനും രാത്രിക്കും ഒരേ നീളമാണ്. അവിടെ ഋതുക്കൾ മാറുന്നത് മഴയിലൂടെയാണ്. അവിടെ മനുഷ്യന്റെ അഹങ്കാരത്തിന് പുല്ലുവില പോലുമില്ല. ഫോസറ്റിന്റെ തിരോധാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വലിയ സത്യമുണ്ട്. ഭൂമിയിലെ ചില സ്ഥലങ്ങൾ മനുഷ്യൻ അവകാശപ്പെട്ടതല്ല. നമ്മളവിടെ വിരുന്നുകാർ മാത്രമാണ്. വിരുന്നുകാർ മര്യാദ പാലിച്ചില്ലെങ്കിൽ ആതിഥേയൻ അഥവാ പ്രകൃതി അവരെ പുറത്താക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. ഫോസറ്റ് മര്യാദ ലംഘിച്ചോ? അദ്ദേഹം ആദിവാസികളെ ബഹുമാനിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറികൾ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ നഗരം കണ്ടെത്തുക എന്നത് അത് പ്രകൃതിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. 100ാം വാർഷികം അടുക്കുമ്പോൾ ഫോസറ്റിൻ്റെ കഥയ്ക്ക് പുതിയൊരു മാനം കൈവരുന്നു. പരിസ്ഥിതി നാശം. ആമസോൺ ഇന്ന് കത്തുകയാണ്. വൻകിട കമ്പനികൾ കാട് വെട്ടിത്തെളിയിക്കുന്നു. സോയാബീൻ കൃഷിക്കും ഖനിവത്തിലും വേണ്ടി മരങ്ങൾ വീഴുന്നു. ഫോസറ്റ് തേടി നടന്ന മണ്ണ് മൂടിക്കിടക്കുന്ന ആ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ബുൾഡോസറുകൾക്ക് മുന്നിൽ വെളിപ്പെടുന്നു. അദ്ദേഹം ജീവൻ കൊടുത്ത് സംരക്ഷിച്ച, അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിച്ച ആ രഹസ്യങ്ങൾ ഇന്ന് ലാഭത്തിനു വേണ്ടി നശിപ്പിക്കപ്പെടുന്നു. ഇതൊരു വിധിവൈപരീത്യമാണ്. ഫോസറ്റ് കാടിനെ സ്നേഹിച്ചു, കാട് അദ്ദേഹത്തെ കൊന്നു. ഇന്നത്തെ മനുഷ്യൻ കാടിനെ കൊല്ലുന്നു, പക്ഷേ കാട് നിസ്സഹായമായി നിൽക്കുന്നു. ഒരുപക്ഷേ ഫോസറ്റിൻ്റെ ആത്മാവ് ഇന്നും അവിടെ അലയുന്നുണ്ടാകാം. ആ ബുൾഡോസറുകൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം നിലവിളിക്കുന്നുണ്ടാകാം, നിർത്തൂ, ഇവിടെ ഒരു ചരിത്രമുണ്ട്, ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു. പക്ഷേ യന്ത്രങ്ങളുടെ ഒച്ചയിൽ ആ നിലവിളി ആരും കേൾക്കുന്നില്ല. ഇനി നമുക്ക് ആ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏറ്റവും യുക്തിസമ്മതമായ ഉത്തരം ഇതാണ്: അവർ കൊല്ലപ്പെട്ടു. പക്ഷേ ആരാൽ? ആദിവാസികളാലോ?
വന്യമൃഗങ്ങളാലോ അതോ രോഗത്താലോ? അതല്ലെങ്കിൽ പരസ്പരമോ? ഭ്രാന്തിന്റെ വക്കിലെത്തിയ നിമിഷത്തിൽ പിതാവ് മകനെയോ മകൻ പിതാവിനെയോ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ? ഈ ചിന്ത ഭയാനകമാണ്. പക്ഷെ അതിജീവനത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ ഏതറ്റം വരെയും പോകും. ഡേവിഡ് ഗ്രാൻഡ് തന്റെ പുസ്തകത്തിൽ പറയുന്നതുപോലെ ആമസോൺ വെറുമൊരു സ്ഥലമല്ല, അതൊരു പരീക്ഷണയാലയാണ്. മനുഷ്യന്റെ മനസ്സിനെ പരീക്ഷിക്കുന്ന സ്ഥലം. ആ പരീക്ഷണത്തിൽ ഫോസറ്റ് പരാജയപ്പെട്ടോ? അല്ല, അദ്ദേഹം ഒരു പാഠപുസ്തകമായി മാറി. അദ്ദേഹത്തിന്റെ തെറ്റുകൾ, അദ്ദേഹത്തിന്റെ ധൈര്യം, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എല്ലാം വരും തലമുറയ്ക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. ചില രാത്രികളിൽ ആമസോണിലെ കാറ്റ് വല്ലാതെ വീശുമ്പോൾ ഷിംഗു നദിയുടെ കരയിലുള്ള ആദിവാസികൾ തങ്ങളുടെ കുട്ടികളോട് പറയും, ആ വഴിക്ക് പോകരുത്, അവിടെ ആ വെള്ളക്കാരൻ നടക്കുന്നുണ്ട്, തന്റെ മകനെയും തേടി. ഇതൊരു പ്രേതകഥയല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ കരുതുന്നത് ഫോസറ്റ് അപ്രത്യക്ഷനായി എന്നാണ്. പക്ഷേ ആമസോണിന്റെ കണ്ണിൽ നോക്കിയാൽ അദ്ദേഹം അപ്രത്യക്ഷനായതല്ല, അദ്ദേഹം കാണപ്പെട്ടു, ഫൗണ്ട്. കാട് അദ്ദേഹത്തെ കണ്ടെത്തി, കാട് അദ്ദേഹത്തെ സ്വീകരിച്ചു. നമ്മളാണ് അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തിയത്. ഇനി ഒരു നിമിഷം കണ്ണടച്ച് ആ 1925 ആമസോൺ സങ്കൽപ്പിക്കുക. മരങ്ങൾക്ക് മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ, തറയിൽ ചീഞ്ഞഴിയുന്ന ഇലകളുടെ ഗന്ധം, ദൂരെ കേൾക്കുന്ന ജാഗ്വാറിന്റെ മുരൾച്ച. ആ പശ്ചാത്തലത്തിൽ 3 മനുഷ്യർ നടക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു, അവരുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അവരുടെ മുന്നിലുള്ള മനുഷ്യൻ പേഴ്സി ഫോസറ്റ് തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചക്രവാളത്തിലാണ്. അവിടെ മരങ്ങൾക്കിടയിൽ ഒരു സ്വർണ്ണ തിളക്കം അദ്ദേഹം കാണുന്നുണ്ടോ? അതോ അത് അസ്തമയ സൂര്യന്റെ വെളിച്ചമാണോ? ആ അവസാന ചുവടുവെപ്പ്, അതൊരു വീഴ്ചയായിരുന്നില്ല, അതൊരു പറച്ചിലായിരുന്നു. അജ്ഞാതത്തിലേക്കുള്ള പറച്ചിൽ. ഫോസറ്റിന്റെ അസ്ഥികൾ എവിടെയാണെന്ന് നമുക്കറിയില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്നും ജീവിക്കുന്നു. ഓരോ തവണയും നമ്മളൊരു ഭൂപടം തുറക്കുമ്പോൾ അവിടെ കാണുന്ന ശൂന്യമായ സ്ഥലങ്ങളിൽ നമ്മുടെ കണ്ണുടക്കുന്നു. അവിടെ ഫോസറ്റുണ്ട്, ആ ചോദ്യചിഹ്നത്തിൽ. നമുക്ക് ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ആമസോൺ ഉറങ്ങുന്നില്ല, അത് കാത്തിരിക്കുകയാണ്. അടുത്ത ഫോസറ്റിനായി, അടുത്ത ഇരയ്ക്കായി, അടുത്ത കഥയ്ക്കായി. നിശബ്ദത, ആഴമേറിയ നിശബ്ദത. അവിടെ ഉത്തരങ്ങളില്ല, വെറും നിഴലുകൾ മാത്രം. മനുഷ്യൻ മറവിക്കടിമയാണ്. വലിയ ദുരന്തങ്ങൾ പോലും കാലക്രമേണ വെറും അക്കങ്ങളായി മാറും. 1925 ആ തിരോധാനം ഇന്ന് പലർക്കും ഒരു സാഹസിക കഥ മാത്രമാണ്. കുട്ടികൾക്കുള്ള കോമിക്സ് പുസ്തകങ്ങളിലെ ഒരു ചിത്രം, അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിലെ ഒരു സീൻ. എന്നാൽ ആ പെട്ടിയിലുള്ള കത്തുകൾക്ക് ജീവനുണ്ട്. നീന ഹോസറ്റ് എന്ന ഭാര്യയുടെ കാത്തിരിപ്പിന്റെ ഗന്ധമുണ്ട്. നമ്മൾ കാടിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, ഫോസറ്റിനെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ ഇര ആരാണ്? അത് ആമസോണിൽ പോയവരല്ല. അത് ലണ്ടനിലെ തണുപ്പിൽ ഒരു ജനാലയ്ക്കരികിൽ മടങ്ങിവരാത്ത ഭർത്താവിനെയും മകനെയും കാത്തിരുന്ന ആ സ്ത്രീയാണ്, നീന ഫോസറ്റ്. അവർ മരിക്കുന്നതുവരെ വിശ്വസിച്ചു, എൻ്റെ പേഴ്സി ജീവിച്ചിരിപ്പുണ്ട് എന്ന്. 1954 അവർ മരിക്കുന്നതുവരെ ഓരോ ദിവസവും അവർ ആ വാതിൽക്കൽ നോക്കുമായിരുന്നു. ആമസോണിൽ നിന്നൊരു കത്ത്, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. ആ കാത്തിരിപ്പാണ് യഥാർത്ഥ നരകം. കാട്ടിലെ പീഡനങ്ങളെക്കാൾ വലിയ പീഡനം. ഫോസറ്റ് സ്വാർത്ഥനായിരുന്നോ? ഈ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ബലികഴിച്ചത് സ്വന്തം കുടുംബത്തിന്റെ സമാധാനമാണ്. അദ്ദേഹം നടന്നുപോയപ്പോൾ പിന്നിൽ തകർന്നത് ഒരു വീടാണ്. ഇന്ന് ആമസോണിലെ കാറ്റിൽ മാത്രമല്ല, ലണ്ടനിലെ ആ പഴയ വീട്ടിലെ ചുമരുകൾക്കുള്ളിലും ഒരു തേങ്ങലുണ്ട്. ജാക്ക് ഫോസറ്റിന്റെ കളിപ്പാട്ടങ്ങൾ, പേഴ്സി ഫോസറ്റിന്റെ പുസ്തകങ്ങൾ, അവയെല്ലാം അനാഥമായി. 100 വർഷങ്ങൾക്ക് ശേഷം ഫോസറ്റ് കണ്ട ആമസോൺ ഇന്നില്ല. അന്നത് ഗ്രീൻ ഹെൽ ആയിരുന്നുവെങ്കിൽ ഇന്നത് കത്തിയെരിയുന്ന നരകമാണ്. ലാഭത്തിനു വേണ്ടി മനുഷ്യൻ കാടിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. വിരോധാഭാസമെന്ന് പറയട്ടെ, ഫോസറ്റ് തേടിയ സെഡ് എന്ന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് വെളിച്ചത്തു വരുന്നത് പുരാവസ്തു ഗവേഷകരിലൂടെയല്ല, മറിച്ച് സോയാബീൻ കൃഷിക്ക് വേണ്ടി കാട് വെട്ടിത്തെളിക്കുന്ന ട്രാക്ടറുകളിലൂടെയാണ്. മണ്ണുമാന്തിയന്ത്രങ്ങൾ മണ്ണെടുക്കുമ്പോൾ പുരാതനമായ മൺപാത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, ചരിത്രം തകർക്കപ്പെടുന്നു. ഫോസറ്റിന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തു പറഞ്ഞിരിക്കും? താൻ തേടിയ നഗരം കൺമുന്നിൽ നശിപ്പിക്കപ്പെടുന്നത് കണ്ട് അദ്ദേഹം കരയുമായിരുന്നോ? അതോ ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥ മുഖം എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ചിരിക്കുമായിരുന്നോ? ഇവിടെ ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആമസോണിലെ ഗോത്രവർഗ്ഗക്കാർ ഭയപ്പെട്ടത് വെറുതെയല്ല. വെള്ളക്കാർ വന്നാൽ എല്ലാം നശിക്കുമെന്ന് അവർ പറഞ്ഞത് പ്രവചനമായിരുന്നു.
ഫോസറ്റ് ആ നാശത്തിൻ്റെ ആദ്യത്തെ കണ്ണിയായിരുന്നു. ഇന്ന് കുയ്ക്കുറു ഗോത്രക്കാർ ജീവിക്കുന്നത് സംരക്ഷിത മേഖലകളിലാണ്. അവർക്ക് സ്മാർട്ട് ഫോണുകളുണ്ട്, അവർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും പഴയൊരു ഭയമുണ്ട്. അവർ ഫോസറ്റിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതവരുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. 2018 ബ്രസീലിലെ നാഷണൽ മ്യൂസിയം കത്തിനശിച്ചപ്പോൾ അതിൽ നഷ്ടപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളല്ല, തെക്കേ അമേരിക്കയുടെ ചരിത്രമാണ്. ഫോസറ്റിനെ ആമസോണിലേക്ക് നയിച്ച മാനുസ്ക്രിപ്റ്റ് 512 എന്ന രേഖയും ആ തീയിൽ നശിച്ചിട്ടുണ്ടാകാം. അതായത് ഫോസറ്റിൻ്റെ കഥയുടെ തെളിവുകൾ ഒന്നൊന്നായി മായ്ച്ചു കളയപ്പെടുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ ശരീരം, പിന്നെ അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തെ വഴിനടത്തിയ രേഖകൾ പോലും. ഇതൊരു യാദൃച്ഛികതയാണോ? അതോ ചില രഹസ്യങ്ങൾ എന്നേക്കുമായി രഹസ്യങ്ങളായിരിക്കാൻ പ്രകൃതി നടത്തുന്ന ഇടപെടലാണോ? നമ്മൾ Z കണ്ടെത്തിയെന്ന് ശാസ്ത്രജ്ഞർ പറയുമ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. ഫോസറ്റ് തേടിയത് വെറുമൊരു നഗരമായിരുന്നില്ല, അദ്ദേഹം തേടിയത് ഒരറിവായിരുന്നു. ആ അറിവെന്താണ്? അത് മണ്ണിൽ കിടക്കുന്ന മൺപാത്രങ്ങളിലല്ല ഉള്ളത്, അത് നഷ്ടപ്പെട്ടുപോയി. ആ നഗരത്തിലെ പുരോഹിതന്മാർ മരിച്ചപ്പോൾ ആ രഹസ്യവും അവരോടൊപ്പം മരിച്ചു. ഒരുപക്ഷെ ഫോസറ്റ് ആ രഹസ്യം കണ്ടിട്ടുണ്ടാകാം. അദ്ദേഹം അത് ലോകത്തോട് പറയാതിരുന്നതാകാം. ചില അറിവുകൾ മനുഷ്യരാശിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് ഫോസറ്റിന്റെ മിസ്റ്റിക് വശത്തേക്ക് അവസാനമായി ഒന്ന് നോക്കാം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തിയോസഫിയിലാണ്, മനുഷ്യന്റെ ആത്മാവിന്റെ പരിണാമത്തിൽ. ആമസോൺ കാടുകൾക്കൊരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടെന്ന് ചിലർ പറയുന്നു. അവിടെയുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾ വ്യത്യസ്തമാണ്, അത് മനുഷ്യന്റെ തലച്ചോറിനെ സ്വാധീനിക്കും. ഫോസറ്റ് ആ ഫ്രീക്വൻസിയിൽ പെട്ടുപോയതാകാം. നമ്മൾ അതിനെ ഭ്രാന്ത് എന്ന് വിളിക്കും, പക്ഷെ അദ്ദേഹത്തിനത് ബോധോദയമായിരുന്നിരിക്കാം. ഭൗതിക ലോകം വെറുമൊരു മായയാണെന്നും സത്യം കാടിന്റെ നിശബ്ദതയിലാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണമൊരു ദുരന്തമല്ല, അതൊരു മോക്ഷമാണ്. ലണ്ടനിലെ പുകപിടിച്ച തെരുവുകളിൽ വാർദ്ധക്യം ബാധിച്ച് രോഗിയായി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് താൻ സ്നേഹിച്ച കാടിന്റെ മടിത്തട്ടിൽ ഒരു പോരാളിയെപ്പോലെ മരിക്കുന്നത്. പക്ഷെ ജാക്കിന്റെ കാര്യമോ? അവന് മോക്ഷം ലഭിച്ചോ? അതോ അവൻ ബലിയാടായോ? ഇതാണീ കഥയിലെ നീറ്റൽ, ഒരച്ഛന്റെ സ്വപ്നത്തിന് മകൻ നൽകേണ്ടി വന്ന വില. സാങ്കേതികവിദ്യയ്ക്ക് പരിമിതികളുണ്ട്. ഗൂഗിൾ എർത്തിലൂടെ നോക്കിയാൽ മരങ്ങളുടെ തലപ്പുകൾ മാത്രമേ കാണൂ, അതിനടിയിൽ എന്തു നടക്കുന്നുവെന്ന് കാണാൻ കഴിയില്ല. ഇന്നും ഈ നിമിഷത്തിലും ആമസോണിൽ പുറംലോകം കാണാത്ത ഗോത്രങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർ തീ കത്തിക്കുന്നു, അവർ നായാടുന്നു, അവർ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഫോസറ്റിലെ അറിയില്ല, അവർക്ക് ഗൂഗിളിനെ അറിയില്ല. അവർ ജീവിക്കുന്നത് മറ്റൊരു കാലത്താണ്. ഫോസറ്റ് ആഗ്രഹിച്ചത് ആ കാലത്തിലേക്ക് തിരിച്ചു പോകാനാണ്. നമ്മൾ മുന്നോട്ടോടുമ്പോൾ അദ്ദേഹം പിന്നോട്ട് നടന്നു. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇനിയൊരു സാങ്കല്പിക ദൃശ്യം കാണുക. ആമസോണിലെ ഏതോ ഒരു ഗോത്രഗ്രാമത്തിൽ വയസ്സായ ഒരു സ്ത്രീ കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുക്കുന്നു. പണ്ട് നക്ഷത്രങ്ങളിൽ നിന്നൊരു മനുഷ്യൻ വന്നു. അയാൾക്ക് നീലക്കണ്ണുകളായിരുന്നു. അയാൾ സ്വർണത്തെക്കുറിച്ചല്ല സംസാരിച്ചത്, അയാൾ ആത്മാവിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഈ കഥയിലെ നായകൻ ഫോസറ്റാണോ? ആയിരിക്കാം. അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹം ഒരു നാടോടി കഥയായി മാറി. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണത്. ചരിത്രപുസ്തകങ്ങളിൽ ഒരു വരിയായി ഒതുങ്ങുന്നതിനേക്കാൾ നല്ലത് കാട്ടുതീ പോലെ പടരുന്ന ഒരു കഥയാകുന്നതാണ്. ദൃശ്യം, ഫോസറ്റിന്റെ കോമ്പസ്. അതിപ്പോഴും ആമസോണിലെ മണ്ണിൽ എവിടെയോ കിടക്കുന്നു. അതിന്റെ സൂചി അനങ്ങുന്നില്ല. 100 വർഷം, ഒരു നൂറ്റാണ്ട്. ഭൂമി ഒരുപാട് കറങ്ങി, ലോകം മാറിമറിഞ്ഞു. പക്ഷേ ആമസോണിലെ ആ നിശ്ചിത സ്ഥലം, ഡെഡ് ഹോഴ്സ് ക്യാമ്പിനപ്പുറമുള്ള ആ ഇരുണ്ട പ്രദേശം, അത് മാറിയിട്ടില്ല. അവിടെ ഇപ്പോഴും നിശബ്ദതയാണ്. അവിടെ ചെല്ലുന്നവർക്ക് തോന്നും സമയം നിശ്ചലമാണെന്ന്. അവിടെ ഫോസറ്റിന്റെ കാൽപ്പാടുകൾ ഇപ്പോഴുമുണ്ട്, തൊട്ടു പിന്നാലെ ജാക്കിന്റെയും. അവർ നടക്കുന്നു, നടക്കുന്നു, ഒരിക്കലും അവസാനിക്കാത്ത യാത്ര. നമ്മൾ ഈ ഡോക്യുമെന്ററി അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കി വരുന്നു. എന്തിനാണ് നമ്മൾ ഇപ്പോഴും ഫോസറ്റിനെ തിരയുന്നത്? അദ്ദേഹത്തെ കണ്ടെത്താനാണോ? അതോ നമ്മുടെ ഉള്ളിലെ നഷ്ടപ്പെട്ട സാഹസികതയെ കണ്ടെത്താനാണോ? നമുക്ക് സുരക്ഷയുണ്ട്, നമുക്ക് വീടുണ്ട്, ഭക്ഷണമുണ്ട്, ഇന്റർനെറ്റുണ്ട്. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട ഒന്നുണ്ട്, അജ്ഞാതമായതിനെക്കുറിച്ചുള്ള അത്ഭുതം, ദ വണ്ടർ ഓഫ് ദി അൺനോൺ. അത് ഫോസറ്റിന്റെ അവസാനത്തെ കണ്ണിയായിരുന്നു. ഭൂപടത്തിൽ ഇനി ശൂർണമായ സ്ഥലങ്ങളില്ല, എല്ലാത്തിനും പേരിട്ട് കഴിഞ്ഞു. പക്ഷെ ആമസോൺ, അത് ഈ പേരുകളെ അംഗീകരിക്കുന്നില്ല. അത് ഇന്നും വന്യമാണ്, ഇന്നും നിഗൂഢമാണ്. ഫോസറ്റിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇതാണ്: തിരയുക. കണ്ടെത്തുന്നതിലല്ല കാര്യം, തിരയുന്നതിലാണ്. യാത്രയാണ് പ്രധാനം, ലക്ഷ്യമല്ല. ഈ നിമിഷം നിങ്ങൾ ഈ വരികൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആമസോണിൽ മഴ പെയ്യുന്നുണ്ടാകാം. ലക്ഷക്കണക്കിന് ഇലകളിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം. ആ ശബ്ദത്തിൽ ഫോസറ്റിന്റെ ഹൃദയമിടിപ്പുള്ള. അദ്ദേഹം അവിടെയുണ്ട്.
നമ്മൾ നോക്കുന്നിടത്തല്ല, നമ്മുടെ ഭാവനയ്ക്കും അപ്പുറത്ത്. ആമസോണിന്റെ ആഴങ്ങളിൽ പഹിടക്ഷേ ഇന്നും ആ ഇസഡ് എന്ന നഗരം ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം. മരങ്ങൾ അതിന് കാവൽ നിൽക്കുന്നു, വള്ളിച്ചെടികൾ അതിനെ പതിഞ്ഞു പിടിക്കുന്നു. ആരും ഒരിക്കലും അത് കണ്ടെത്താൻ കാട് അനുവദിക്കില്ല. കാരണം അത് ഫോസറ്റിനുള്ള സമ്മാനമാണ്, ധീരതയ്ക്കുള്ള സമ്മാനം. അദ്ദേഹം അത് കണ്ടെത്തി, അവിടെ തന്നെ ഉറങ്ങി. ഇനി അദ്ദേഹത്തെ ഉണർത്തരുത്. അദ്ദേഹം വിശ്രമിക്കട്ടെ. നിശബ്ദത, അതാണ് ആമസോണിന്റെ ഭാഷ. നമുക്ക് ആ ഭാഷ അറിയില്ല. ഫോസറ്റിനത് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ തുടർന്നു. ശുഭം.